ഊന്നം വച്ച വൈരിയിൻ കണ്ണിൻ മുൻപിൽ പതറാതെ ഊന്നം വച്ച വൈരിയിൻ കണ്ണിൻ മുൻപിൽ പതറാതെ കൺമണി പോ കാക്കും കരങ്ങൾ നിന്നെ ഓടി മറച്ചില്ലേ കൺമണി പോൽ കാക്കും കരങ്ങൾ നിന്നെ ഓടി മറച്ചില്ലേ എന്നെ സ്തുതിക്കുവാ ഇന്നയോളം തൻപൂജത്താ എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻപൂജത്താ എന്നെ താങ്ങിയ നാമമേ യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ ഏലിയാവിൻ ഹൃദയത്തെ വീടേ നിന്റെ വിശ്വാസ ശോധനയിൽ ഏലിയാവിൻ ഹൃദയത്തെ വീടേ നിന്റെ വിശ്വാസ ശോധനയിൽ എന്നെ സ്തുതിക്കുവാ ഇന്നയോളം തൻപൂജത്താ എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻപൂജത്താ എന്നെ താങ്ങിയ നാമമേ ഉന്നം വച്ച വൈരിയിൻ കണ്ണിൻ മുൻപിൽ പതറാതെ ഉന്നം വച്ച വൈരിയിൻ കണ്ണിൻ മുൻപിൽ പതറാതെ കൺമണി പോൽ കാക്കും നിന്നെ ഓടി മറച്ചില്ലേ കൺമണി പോൽ കാക്കും കരങ്ങൾ നിന്നെ ഓടി മറച്ചില്ലേ എന്നെ സ്തുതിക്കുവാ ഇന്നയോളം തൻപൂജത്താ എന്നെ താങ്ങിയ പൂർണ്ണ മനസ്സോടാണോ എന്ന് പറയുന്നത് ഇത് പകൽ ഇന്നയോളം തൻപൂജത്താ എന്നെ താങ്ങിയ നാമമേ യോർദാൻ കലങ്ങി മറിയും ഓ യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ
അഭിഷേകത്തിന്റെ പുറപ്പ് ചില യോർദാനെ മറികടക്കുവാൻ ചിലരുടെ മേളിൽ കർത്താവ് നൽകി തരുവാൻ സമയമെടുത്തു. ചില യോർദാൻ തൂക്കിക്കളയുമെന്ന് പറയുന്നതിന് നടുവിൽ ആത്മാവ് പറയുകയാ, കർത്താവ് നിങ്ങളെ കാത്തു പരിപാലിച്ച് ഒരു അഭിഷേകം നിങ്ങൾക്ക് നൽകുവാൻ സമയമെടുത്തു. പ്രയാസങ്ങളില്ലാഞ്ഞിട്ടല്ല, നിർത്തിയതോർത്ത് എത്ര പേർക്ക് ആത്മാർത്ഥ ഹൃദയത്തോടെ ഈ വരികൾ പറയുവാൻ കഴിയും? ഇന്നയോളം എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം ദൈവം നിങ്ങളെ സഹായിക്കുന്നതോർത്ത് ഈ ഒരാഴ്ച കാലം അപകടങ്ങൾ വന്നിട്ടും ദൈവം കരുതുന്നതോർത്ത് ആത്മാർത്ഥ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുമോ? നന്ദി കർത്താവ് എന്ന് പറയുവാൻ കഴിയുമോ? എന്റെ യാത്രാ കാര്യങ്ങളിൽ എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോയപ്പോൾ അവിടൊക്കെ കർത്താവ് കാത്ത നല്ലത് ആർക്കും പറയുവാൻ കഴിയത്തില്ല. അപകടങ്ങളും അനർത്ഥങ്ങളും പീഡകളും വർദ്ധിച്ചു വരുമ്പോൾ ക്രിസ്ത്യാനിറ്റിക്കെതിരായി ഒത്തിരി പ്രതികൂലങ്ങൾ ദേശമെമ്പാട് നടക്കുമ്പോൾ കർത്താവ് കാത്തില്ലെന്ന് ആർക്കും പറയുവാൻ കഴിയത്തില്ല. കർത്താവിനോട് പറഞ്ഞ കർത്താവേ, എന്നെ നിർത്തിയത് അങ്ങാണ് എനിക്ക് അഭിഷേകത്തെ നൽകിയത്. ചില യോർദാനെ മറികടക്കുവാൻ, ചില പ്രതികൂലങ്ങളെ മറികടക്കുവാൻ കർത്താവ് എനിക്ക് അഭിഷേകത്തെ നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ സാഹചര്യങ്ങൾ എനിക്കെതിരായിരിക്കും, ഒരുപക്ഷെ കാലഘട്ടങ്ങൾ എനിക്കെതിരായിരിക്കും. ഇന്ന് പകൽ അതിനപ്പുറമായി മറികടക്കുവാൻ കഴിയുന്ന, നിങ്ങളെ സഹായിക്കുന്ന ഒരു പുതപ്പ്, ഒരു അഭിഷേകത്തിന്റെ പുതപ്പ് ഇന്ന് പകൽ ആത്മാർത്ഥ ഹൃദയത്തോടെ ആ കർത്താവിനോട് പറഞ്ഞാൽ എനിക്കത് ഇല്ലാതെ ജീവിക്കുവാൻ കഴിയുകയില്ല. We thank you, Jesus. In the mighty name of Jesus. കർത്താവിന്റെ ശക്തിയുള്ള നാമത്തിൽ ഞങ്ങൾ ഉയർത്തുകയാണ്. വൈരികൾ പെരുകിയപ്പോഴും ദുഷ്കർമ്മികൾ ഞങ്ങൾക്കെതിരെ വന്നപ്പോഴും അങ്ങ് ഞങ്ങളെ കാത്തതോർത്ത് we thank you, Lord. ആത്മാർത്ഥ ഹൃദയത്തിൽ പറയുവാൻ കഴിയുമോ? കർത്താവിനെ നിർത്തിയതാണ്. ഞാൻ നിന്നതല്ല, അന്ന് എനിക്ക് കൃപ തന്നത് കൊണ്ട് മാത്രം. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഞാൻ നിൽക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ ആരാധിക്കും. എത്ര പേർ ആ തീരുമാനം എടുത്തിട്ടുണ്ട്? ഞാൻ ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. ആരെയും എന്നെ തടുക്കുവാൻ കഴിയത്തില്ല. ഞാൻ ആരാധന എന്റെ കർത്താവിന് കൊടുക്കും. ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. കരങ്ങളെ അടിച്ച് കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. We
ഉലകമഹാന്മാർ അഖിലരും ഒരുപോലെ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഈ ഗാനം നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും തീർക്കാൻ അവതരിച്ചിഹേ വരദാ. പാപം ശാപം സകലവും തീർക്കാൻ അവതരിച്ചിഹേ വരദാ. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടച്ചു ഉത്സുകരായിരിപ്പിൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടച്ചു ഈശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. നിങ്ങൾ ഉണർന്നിരിക്കും കതറുകളെ യേശുവേ. നിങ്ങൾ ഉയർന്നിരിക്കും കതറുകളെ യേശുവേ. അതുകൊണ്ട് ചൊല്ലാം. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും തീർക്കാൻ അവതരിച്ചിഹേ വരദാ. പാപം ശാപം സകലവും തീർക്കാൻ അവതരിച്ചിഹേ വരദാ. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ
അകിലൊരു ഉറങ്ങുന്നു കല്ലറയിൽ അകിലൊരു ഉറങ്ങുന്നു കല്ലറയിൽ നമ്മൾ ഉന്നതനെ ശുഭേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു നമ്മൾ ഉന്നതനെ ശുഭേശ്വരൻ
കൊണ്ട് നിറഞ്ഞെങ്കിൽ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകുകയാണ്. ഇത് പകൽ അറ്റ്മോസ്ഫിയറിന്റെ പരിശുദ്ധാത്മാവ് ചേഞ്ച് ആക്കുകയാ. ശർബാരിയ ചെറിയാലും അച്ചാരകാശേകാരകനം വൈഡവനാഥരകനാവധി അച്ചേരെ ഭാഷേകാരകനം ഔദാരെ ഭാഷേകാരകനം വൈഷവനാഥരകനാവധി വൈഡവനാഥരകനാവധി സാഹചര്യത്തിന് നടുവിൽ ആത്മാവ് പ്രവർത്തിക്കുവാൻ തുടങ്ങുകയാണ്. ആത്മാവ് പ്രവർത്തിക്കുവാൻ തുടങ്ങുകയാണ്. എന്റെ ഭാഷ പ്രാപിച്ചവരുണ്ടെങ്കിൽ എന്റെ ഭാഷയിൽ പറഞ്ഞാട്ടെ. അതിരത്തിൽ നിന്ന് ജീവന്റെ നദി, അതിരത്തിൽ നിന്ന് തകർച്ചയുടെ വാക്കല്ല, ഉയർച്ചയുടെയും പണിയപ്പെടുന്നതിന്റെയും വാക്കുകൾ. ഇത് പൊടിയോ റോൾ കേസ് ദുഷ്ടന്റെ വാക്കുകൾ നമ്മെ നശിപ്പിച്ചു കളയുമ്പോൾ, നമ്മുടെ ജീവിതത്തെ തകർച്ചു കളയുമ്പോൾ, നമുക്കെതിരായി വരുന്ന വാക്കുകളെ ചെറുത്ത് നിൽക്കുന്നത് അഭിഷേകത്തിന്റെ വാക്കാണ്. ഇത് പകൽ പറഞ്ഞാട്ടെ. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങളെ ഹോവയെ എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഞങ്ങളെ ഹോവയെ സേവിക്കും. പ്രതികൂലങ്ങളെ മാറി നിൽക്കട്ടെ, സാഹചര്യങ്ങൾ മാറി നിൽക്കട്ടെ, ക്ലൈമറ്റുകൾ മാറി നിൽക്കട്ടെ, ആത്മാവിന്റെ നടുവിൽ പ്രവർത്തിക്കുവാൻ ശക്തി തന്നെ. In the name of Jesus. Jesus. Thank you, Lord. ഇത് പകൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടട്ടെ. ഇത് പകൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടട്ടെ. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയുന്നവരുണ്ടെങ്കിൽ, സാഹചര്യങ്ങളെ പഴിചാരുന്നവരുണ്ടെങ്കിൽ, ഇത് പകൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് നോക്കുവാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. എല്ലാ വിഷയത്തിനും പരിഹാരമെന്ന് പറയുന്നത് നസ്രയനായ ക്രിസ്തുവാണ്. അപ്പോന്റെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയുന്നവർ കർത്താവിനോട് പറഞ്ഞാട്ടെ. കർത്താവേ, ഇന്ന് വന്നത് വൃഥാവല്ല. ഞാൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുക്കുകയാണ്. ഓരോ നിമിഷവും ഓരോ സെക്കൻഡുകളും
കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞാൻ അടുക്കുകയാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞാൻ അടുക്കുകയാണ്. പോലെ ആരുണ്ട്, നന്മ ചെയ്യ നീരുണ്ട്, ഉമ്മை താനേ നമ്പുവേൻ ഉമ്മை പോലെ ആരുണ്ട്, നന്മ ചെയ്യ നീരുണ്ട്, ഉമ്മை താനേ നമ്പുവേൻ தேவா. உம்மை தானந்தன் வாழ்வில் ஆதாரமாய் நினைத்து உள்ளேன். நீரில்லா எந்தன் வாழ்வில் வினாய்த்தனே போகுதையா. உம்மை தானந்தன் வாழ்வில் ஆதாரமாய் நினைத்து உள்ளேன். நீரில்லா எந்தன் வாழ்வை வினாய்த்தனே போகுதையா. எல்ஷதாய் ஆராதிப்பேன், எலோஹீம் ஆராதிப்பேன், அடோனாய் ஆராதிப்பேன், யேசுவா எல்ஷதாய் ஆராதிப்பேன், எலோஹீம் ஆராதிப்பேன், അഡോനായി ആരാധിപ്പേൻ. Thank you Jesus. സർവശക്തിയുള്ള ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. സർവ ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുകയാണ് ഇന്ന് പകൽ. പലരും എന്നെ തള്ളിക്കളഞ്ഞതിന്റെ നടുവിൽ, എന്നെ മാറ്റി നിർത്തിയതിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് എന്റെ കാര്യങ്ങളെ ഭംഗിയായി ചെയ്തിരുന്നത് ഓർത്ത് എന്നോട് കർത്താവ് പറയുന്നു, ചിലരുടെ നാവിന്മേൽ കർത്താവ് തൊടാൻ പോവുകയാണ്. പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ കാണുന്നു ഒരു ദൂതൻ, വീപ്പിംഗ് പ്രോഫറ്റ് എന്നാണ് യിരെമ്യാ അവനെ അറിയപ്പെടുന്നത്. കണ്ണീര് മാത്രം പറയുവാനുള്ള വ്യക്തി, കരച്ചിലുകൾ മാത്രം പറയുവാൻ കഴിയുന്ന ഒരു വ്യക്തി. ഇന്ന് പകൽ ആ വ്യക്തിയുടെ അതരത്തിൽ കർത്താവ് തൊട്ടപ്പോൾ പിന്നെ അദ്ദേഹം പറയുന്നത് ചില പൊളിഞ്ഞു കിടക്കുന്നതിനെ പണിയുമെന്നാണ്. ഇന്ന് പകൽ ആത്മാവ് അത് ജനത്തോട് ഡിക്ലെയർ ചെയ്യുവാൻ പറയും. തകർന്നു കിടക്കുന്നതിനെ പണിയുവാൻ, തകർന്നു കിടക്കുന്നതിനെ പണിയുവാൻ, തകർന്നു കിടക്കുന്നതിനെ പണിയുവാൻ. ഇന്ന് പകൽ തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ നേരെ കൊണ്ടുവരുവാൻ കർത്താവിന് പദ്ധതിയുണ്ട്, പദ്ധതിയുണ്ട്. അത് എത്ര പേർ പറയും? കർത്താവ് തൊട്ടു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കുന്നത് മനുഷ്യന്റെ വാക്കുകളല്ല, ഉയരത്തിലെ വാക്കുകളാണ്. കർത്താവ് തൊട്ടു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കാണുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാടല്ല, ദൈവത്തിന്റെ കാഴ്ചപ്പാടാണ്. കർത്താവ് തൊട്ടു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കേൾക്കുന്നത് നിങ്ങളുടെ കാതിലല്ല, ഉയരത്തിൽ നിന്ന് വരുന്ന ശബ്ദം മനുഷ്യന്റെ ശബ്ദമല്ല, ഉയരത്തിൽ നിന്ന് വരുന്ന ശബ്ദം. വായ്ത്തങ്ങൾ നിങ്ങൾക്ക് ഉയരത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുന്നത് സാഹചര്യത്തിന്റെ സമൃദ്ധമല്ല, മറിച്ച് ഉയരത്തിലെ വാക്കുകൾ. ഒരു പ്രവചന കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു വായ്ത്തത്തെ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഉയരത്തിലോട് ചോദിക്കാം. നിങ്ങൾക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റത്തോളം. എത്ര പേർ ആ വായ്ത്തത്തെ ഹോൾഡ് ചെയ്യുന്നുണ്ട്? എത്ര പേർ ആ വായ്ത്തത്തെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്? ഇന്ന് പകൽ കർത്താവേ അങ്ങേ ഉയർത്തുവാൻ, അങ്ങേ ആരാധിക്കുവാൻ, അങ്ങയ്ക്ക് വേണ്ടി വേല ചെയ്യുവാൻ, ഒരു വ്യക്തിയെ കൂടെ കർത്താവിന് വേണ്ടി നേടുവാൻ ജീവിതത്തിൽ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകണമേ.
കരയുന്ന വ്യക്തികൾക്ക് മറുപടിയുണ്ട്. കരയുന്ന വ്യക്തികൾക്ക് മറുപടിയുണ്ട്. കരയുന്ന വ്യക്തികൾക്ക് മറുപടിയുണ്ട്. ഇന്ന് പകൽ ആത്മാവ് വ്യക്തമായി പറയുന്നു, കരയുന്ന വ്യക്തികൾക്ക് ആത്മാവ് മറുപടികളുമായി നിൽക്കുന്നു. Thank you, Jesus. Our mighty Father in heaven, we thank you and praise you for this blessed Sunday, Lord. We're giving an entire congregation in your mighty hand. Thank you for helping us to worship or lift up your name, Lord. Bless each and every one who are gathered here. Also, we submit the upcoming all the words as you declaring to us, Lord. We're waiting for hearing the God's voice or God's verse. Enable us to hear with godly ears. In the name of Jesus Christ we pray. Amen. 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 ഈ 8ാമത്തെ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് 3-ാം തീയതി. ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട യോശുവ ദേവദാസനെ കുടുംബമായ ദൈവം അനുഗ്രഹിക്കട്ടെ. സുവിശേഷകരായിരിക്കുന്ന ദൈവഭക്തന്മാരെ ജനങ്ങൾ ഉൾപ്പെടെ ദൈവം അനുഗ്രഹിക്കട്ടെ. വിശേഷ കൊയർ നടത്തുന്ന പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും സഹോദരിമാരെയും കുഞ്ഞുങ്ങൾക്കും അതിഥികളായി കടന്നു വന്നവർക്കും വേഗം വരുന്ന കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കും. എല്ലാ അനുഗ്രഹങ്ങളാലും കർത്താവ് നമ്മളെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഓരോ ദിവസവും ഇങ്ങനെ കടന്നും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പുതിയ മാസത്തിലേക്കും എത്തുവാൻ കർത്താവ് സഹായിച്ചു. ഏറെ നാളുകളായി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഉപവസിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരുന്ന നമ്മളെ ദൈവം മാനിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് ജോലികളായിരിക്കാം, ചിലപ്പോൾ ഭവനങ്ങളായിരിക്കാം, വസ്തുവകകളായിരിക്കാം, കൃപകളോ വരങ്ങളായിരിക്കാം, മറ്റ് വിദേശ യാത്രകളോ കുഞ്ഞുങ്ങളുടെ പഠനങ്ങളായിരിക്കാം. ഏതു തന്നെയായിരുന്നാലും നമ്മുടെ ഉപജീവനത്തിൻ്റെ ഉപകരണങ്ങളായിരിക്കാം, എന്തു തന്നെയായിരുന്നാലും അതെല്ലാം നൽകി തൻ്റെ ജനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവിൽ പ്രാർത്ഥിക്കുന്നു, ആശിക്കുന്നു. സ്തോത്രം. ഏറെ താമസിക്കാതെ തന്നെ നമുക്ക് എല്ലാവർക്കും സന്തോഷം വരുന്ന ഓരോ അനുഭവങ്ങളും ദൈവം നമുക്ക് നൽകി കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ പലരും രോഗികളാണ്, ഭവനങ്ങളിലും ഒക്കെ ഉള്ളവരുണ്ട്. അവരെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ദേവദാസന്മാര് നമ്മുടെ ബഹുമാനപ്പെട്ട റോയ് പാസ്റ്റർ മറ്റൊരു സ്ഥലത്തായിരിക്കുന്നു. ജെയിംസ് പാസ്റ്ററിനെ മറ്റൊരു സ്ഥലത്ത് മീറ്റിങ്ങിനാണ് അറിയുന്നു. മാത്യു പാസ്റ്റർ ഒക്കെ മറ്റൊരു സ്ഥലത്ത് മീറ്റിങ്ങിലായിരിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. വരുന്ന ദിവസങ്ങൾ നടക്കുന്ന എല്ലാ മീറ്റിങ്ങുകളും ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷത്തോടെ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ നിന്ന് നോക്കിയാൽ അവിടെ നിൽക്കുന്നത് നമുക്ക് എല്ലാവരും അറിയത്തില്ല കേട്ടോ. അതിഥികളായി വന്നവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആരൊക്കെയാണ് വന്നതെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഈ കുറച്ചു പേരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. എല്ലാവരെയും ദൈവം വചനം പറയുന്നത് പോലെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവിൽ ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. നമുക്ക് ഈ സങ്കീർത്തനത്തിൽ നിന്ന് 2-3 കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ ഞാൻ ഇരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പുതിയ സഹോദരൻ ഇതാരാ? സ്തോത്രം. നമ്മുടെ വീട്ടിനകത്തും നമ്മുടെ ചർച്ചിനകത്തും പുതിയ ആൾ വരുമ്പോൾ നമ്മൾ ചോദിക്കണ്ടേ? സ്തോത്രം. വേറായിട്ട് ബന്ധപ്പെട്ടവരായിരിക്കാം. എന്ത് തന്നെ ദൈവം മകനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്ന് പകൽക്കാലം നമ്മൾ തുടർമാനമായി വായിച്ചുകൊണ്ടിരിക്കുന്ന സങ്കീർത്തനം 128-ാമത്തെ സങ്കീർത്തനമാണല്ലോ ദൈവം നമുക്ക് ഇന്ന് നൽകിയത്. ആ സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് 3-ാമത്തെ വാക്യം ഒരാൾ ശബ്ദം ഉയർത്തി വായിച്ചു തന്നിട്ട്. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ആമേൻ. സ്തോത്രം. നമ്മളെ ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത് നമ്മുടെ ചിന്താ വിഷയം ഫലപ്രദമായ വൃക്ഷം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഫലപ്രദമായ വൃക്ഷം. സ്തോത്രം. ഈ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ഇത് കൂടുതലും വിവാഹ ശുശ്രൂഷകളാണ്. ഈ സങ്കീർത്തനം നമ്മൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത്.
ഇപ്പോൾ തന്നെ വീടുകളിലും ചർച്ചകളിലും ഉണ്ടെങ്കിലും കൂടുതലായി വിവാഹ ശുശ്രൂഷകൾ ഇത് വായിക്കുന്ന സങ്കീർത്തനം കൂടെയാണ്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ വിവാഹങ്ങൾ നടക്കട്ടെ എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ പോകും, ഞാൻ തന്നെ പറയും ചിലരുടെയൊക്കെ ഒത്തിരി മാസങ്ങളായി വർഷങ്ങളായി സ്തോത്രം വിവാഹങ്ങൾ നമ്മുടെ ചർച്ചയായിട്ട് ബന്ധപ്പെട്ടും മറ്റു വിവാഹങ്ങൾക്ക് പോയിട്ടൊക്കെ തന്നെ ഒത്തിരി നാളുകളായി. സ്തോത്രം. ഇപ്പോൾ എനിക്കൊരു വിവാഹം വരുന്നുണ്ട്. സ്തോത്രം. അത് നിങ്ങൾക്ക് ആർക്കും ക്ഷണം ഉള്ളതല്ല. സ്തോത്രം. അപ്പോ ഈ സങ്കീർത്തനത്തിൽ ഭർത്താവിനെ കുറിച്ചും ഭാര്യയെ കുറിച്ചും മക്കളെ കുറിച്ചും പറയുന്നുണ്ട്. ഈ പറയുന്നവരെ കുറിച്ച് മരത്തോട് ഉപമപ്പെടുത്തി പറയുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്, ഫലപ്രദമായ വൃക്ഷം. അപ്പോ ആദ്യമായി നമ്മൾ വായിക്കുന്നത് പുരുഷനെ കുറിച്ചാണ്. ഭർത്താവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. ഭർത്താവിനെ കുറിച്ച് ഇവിടെ വൃക്ഷമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും മറ്റ് ഭാഗങ്ങളിലാണ് ഈ പുരുഷനെ കുറിച്ച് വൃക്ഷമായി ചിത്രീകരിച്ചിരിക്കുന്നത്. അതിന്റെ 4-ാമത്തെ വാക്യം വായിച്ചാട്ടെ. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ഞാൻ ഒന്നും കൂടെ പറയും, നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം ഫലപ്രദമായ വൃക്ഷമാണ്. 3 കഥാപാത്രങ്ങളിനകത്തുണ്ട്, ഭർത്താവ്, ഭാര്യ, മക്കൾ. ഇവരെ 3 പേരെയും മരത്തോട് ഉപമപ്പെടുത്തി പറയുന്നുണ്ട്. പക്ഷേ ഈ സങ്കീർത്തനത്തിൽ പുരുഷനെ കുറിച്ച് അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ച് മരമായിട്ട് ബന്ധപ്പെടുത്തുന്നില്ലെങ്കിലും ഈ ഭാഗം മറ്റൊരു ഭാഗത്താണ് കിടക്കുന്നത്. സ്തോത്രം. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ ഒത്തിരി ഭാഗങ്ങളിൽ പുരുഷന്മാരെ കുറിച്ച് വൃക്ഷങ്ങളായിട്ട് പറയുന്നുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് എടുത്തു വായിക്കേണ്ട ഇയ്യോബിന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഒരു വൃക്ഷമായാൽ പ്രത്യാശ ഉണ്ട്. അത് ഇയ്യോബിനെ കുറിച്ച് പറയുന്നത്, അതൊരു വൃക്ഷമായിട്ടാണ് അദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ വായിക്കുന്നത് വെളിപ്പാട് പുസ്തകം വായിക്കുന്നത് 15-ാമത്തെ അധ്യായത്തിൽ 2 ഒലിവ് വൃക്ഷങ്ങൾ. അത് 2 ഭക്തന്മാരെ കുറിച്ച് പറയുന്നത്, 2 ഒലിവ് വൃക്ഷങ്ങൾ. അത് പുരുഷന്മാരെ കുറിച്ച് പറയുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, സങ്കീർത്തനത്തിൽ 1-ാം സങ്കീർത്തനത്തിൽ 3-ാമത്തെ വാക്യം കാണുന്നുണ്ട്, അവൻ ആട്ടിരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം. അപ്പോ പുരുഷന്മാരെ കുറിച്ച്, ഭർത്താക്കന്മാരെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്ന പ്രത്യേക വൃക്ഷം ഒരു പേര് പറഞ്ഞിട്ടില്ലെങ്കിലും എല്ലാ വൃക്ഷത്തോടും ഉപമപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, വാടാത്ത വൃക്ഷമായിരിക്കണം. പുരുഷന്മാരെ വാടാത്ത വൃക്ഷമായി ഇരിക്കണം. ഈ നമ്മൾ വായിച്ച വാക്യത്തിൽ 4-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ദൈവപുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകി തീരുമെന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അത് 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. അപ്പോൾ പുരുഷന്മാര്, ഭർത്താക്കന്മാര് അനുഗ്രഹം പ്രാപിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ യഹോവയായ കർത്താവിനെ സ്തുതിക്കുകയും അവനെ ആരാധിക്കുകയും ചെയ്യുമ്പോ ആ ഭവനത്തിലെ ഗൃഹനാഥൻ, പുരുഷൻ, ഭർത്താവ് അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. പുരുഷനാകുന്ന എന്ന് പറഞ്ഞാൽ പുരുഷന്റെ തേജസ്സാണ് സ്ത്രീ. അപ്പോൾ പുരുഷൻ അല്ലെങ്കിൽ ഭർത്താവ് തേജസ്സോടെ നിന്നാൽ, ഒന്നും കൂടെ കൂട്ടിപ്പറഞ്ഞാൽ വാടാത്ത വൃക്ഷമായി നിന്നാൽ ഭവനത്തിലുള്ളവർ പിന്നെ ആരും വാടത്തില്ല. എല്ലാവരും പച്ചയായിരിക്കുവാനിടയാകും. എല്ലാവരും പച്ചയായിരിക്കാനാണ് പരിശുദ്ധാത്മാവ് പുരുഷന്മാരെ കുറിച്ച് ഈ സംഗീതത്തിൽ വായിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന അച്ചായന്മാരും ഹല്ലേലൂയ പുരുഷന്മാർ പ്രായമായ എല്ലാവരോടും ഞാൻ ഈ വചനം പറയുന്നത്, നമ്മളെ കുറിച്ച് ദൈവവചനം പറയുന്നത്, എന്നെ ഉൾപ്പെടെ പറയുന്നത്, നമ്മൾ പച്ചയായിരിക്കണമെന്നാണ്. വാടാത്ത ഇലവാടാത്ത വൃക്ഷമായിരിക്കണമെന്നാണ്. യെരമ്യാ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്യം വായിക്കുന്ന 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു തരണത്. യെരമ്യാ പ്രവചന പുസ്തകം
17-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും, ഈ പുരുഷൻ വെള്ളത്തിനരികത്ത് നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ആറ്റിനരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷമാണ്. ഇന്നു പകൽക്കാലം പുരുഷന്മാരെ നോക്കി, ഭർത്താക്കന്മാരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നതിനെയാണ്, എവിടെ നല്ല പച്ചയായി വെളിപ്പെടണമെങ്കിൽ, പച്ചയായി വെളിപ്പെട്ട് വരണമെങ്കിൽ, ഫലമുള്ളതായി വെളിപ്പെട്ട് വരണമെങ്കിൽ എവിടെയെങ്കിലും പോയാലും വളർന്നാൻ പറ്റത്തില്ല. പിന്നെയോ ആറ്റിനരികത്ത് വെള്ളത്തിന്റെ ഈർപ്പമുള്ള സ്ഥലത്ത് നിന്നാൽ പുരുഷൻ പച്ചയായി വളരുവാനിടയാകും. ഇത് പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നദിയുടെ അരികിലേക്ക് പുരുഷനിൽ നിന്നാൽ അത് പച്ചയായി, എത്ര വേനൽ വന്നാലും അത് വാടിപ്പോകത്തില്ല, അത് പച്ചയായി നിൽക്കുവാനിടയാകും. പുരുഷന്മാർക്ക് ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? ഇന്ന് പകൽക്കാലം നമ്മളെ തളർത്തി കളയുവാൻ ഒരുപാട് ചൂടുകളും വേനലുകളും വരുന്നുണ്ട്. പക്ഷേ നമ്മൾ വാടാതിരിക്കണമെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ ഉൾപ്പെടെ പറയുന്നു, നമ്മൾ വാടാതിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന നദിയുടെ അരികിലേക്ക് നമ്മൾ വളർന്ന അനേക ഫലം കൊടുക്കുന്ന വൃക്ഷമായി തീരുവാൻ പരിശുദ്ധാത്മാവ് പുരുഷന്മാരെ നോക്കി ഈ സംഘത്തിനെ കൂടി പ്രബോധിപ്പിക്കുകയാണ്. അപ്പോൾ പുരുഷൻ എങ്ങനെ അനുഗ്രഹം പ്രാപിക്കുന്നു പറഞ്ഞാൽ, നീരുറവിനരികെ, നദിക്കരികിനരികെ വളരണം. സ്തോത്രം. അവിടെ അങ്ങനെ വായിക്കുന്നു, എത്ര ഉഷ്ണം തട്ടിയാലും എന്ന് പറഞ്ഞാൽ ചൂട് തട്ടിയാലും വാടിപ്പോകത്തില്ല. ഇന്നു പകൽക്കാലം ഞാൻ പറയുന്നു, പലപ്പോഴും ഭർത്താക്കന്മാരെ, ഭാര്യ പുരുഷന്മാരെ തളർത്തിക്കളയുന്ന അനേക ശക്തികൾ എപ്പോഴും, ഞാൻ അതിനകത്ത് ഞാൻ അത് പറഞ്ഞ വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. പുരുഷന്മാരുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ താഴ്മയുള്ളതും അനുഗ്രഹപ്പെട്ട ഹൃദയം തന്നെയാണ്, അല്ലേ? ആണ്. ഞാൻ അദ്ദേഹത്തെ നോക്കി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയുന്നുള്ളൂ, അങ്ങനെ നോക്കി കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി വചനം വരുമ്പോ നിങ്ങൾക്ക് ശ്രേഷ്ഠമായ വചനം വരുന്നത്. സ്തോത്രം പറഞ്ഞാട്ടെ സൗകര്യമാരെ. സ്തോത്രം. പുരുഷന്മാരെ, നമ്മളെ തളർത്തുന്ന അനേക കാറ്റുകൾ അല്ലെങ്കിൽ അനേക ശബ്ദങ്ങളുണ്ട്. പുരുഷന്മാർ പെട്ടെന്ന് തളർന്നു പോകും. എന്ന് പറഞ്ഞാൽ പ്രസവവാട്ടിലേക്ക് ഭാര്യയെ കയറ്റുമ്പോ ഭാര്യയ്ക്ക് വയറിലെ വേദന, 10ന്റെ ഒരു കടമെടുത്ത് പറയുന്നതാണ് കേട്ടോ. എന്നാൽ പുറത്ത് നിൽക്കുന്ന വാരാന്ത്യങ്ങൾ നടക്കുന്ന ഈ ഭർത്താവിന് നെഞ്ചിനകത്ത വേദന ഒരു സ്തോത്രം ചെയ്താട്ടെ. പുരുഷൻ സ്ത്രീക്ക് ഇത് എങ്ങനെയെങ്കിലും ഇത് റിലീസായാൽ മതി. സ്തോത്രം. വയറ്റിനകത്ത വേദന. എന്നാൽ ഭർത്താവ് ഈ അച്ചാനലിനെ കരഞ്ഞുകൊണ്ട് നിൽക്കും. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ ഒന്നും കൂടെ പറയുന്നു, പുരുഷന്മാരെ വാടാതെ നിൽക്കുവാൻ, വാടാത്ത വൃക്ഷമായി നിൽക്കുവാൻ, ഇത് സങ്കീർത്തനത്തിൽ വലിയ 1-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ഒരിക്കലും വാടാതെ നിൽക്കണം. എന്തെന്നാൽ ഈ ഗൃഹനാഥന്റെ പിന്നാലെയാണ് കുഞ്ഞുകുട്ടികളും ഭാര്യയും വരേണ്ടത്. അതുകൊണ്ട് ഗൃഹനാഥൻ ശക്തമായി പ്രാർത്ഥനയിലും ആരാധനയിലും വാടാതെ നിൽക്കുന്ന ഒരു വൃക്ഷമായി തീരുവാൻ ഇന്ന് പകൽക്കാലം ഈ വിശുദ്ധ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ഒരു പുരുഷന്മാർ നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എല്ലാരും പറഞ്ഞില്ല, പറഞ്ഞോ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഇനി 3-ാമത്തെ വാക്യം വായിച്ചേ. സങ്കീർത്തന. അപ്പോൾ അടുത്ത ഭാര്യമാരെ കുറിച്ച് പറയുകയാണ്, മുന്തിരി ആയിരിക്കണം. പ്രിയമുള്ളവരെ, എപ്പോഴും നമ്മൾ വേദികളിൽ സഹോദരിമാരെ കുറ്റപ്പെടുത്തിയെന്ന് പറയുന്ന, ഞാൻ ഇന്ന് കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. നിങ്ങളെ കുറ്റപ്പെടുത്ത, നിങ്ങളെ തമ്പുരാൻ കണ്ടിരിക്കുന്ന വൃക്ഷമെന്ന് പറഞ്ഞാൽ മുന്തിരിയായിട്ടാണ് കണ്ടിരിക്കുന്നത്. സഹോദരിമാരെ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ വചനം നിങ്ങൾ വർഷങ്ങൾ കേട്ടവരാണ്. ഈ സംഗതി നിങ്ങൾ വായിച്ചോളൂ, എനിക്കറിയാം. പക്ഷെ ഇന്ന് പകൽക്കാലം സോമം പാസ്റ്റർ ഈ സങ്കീർത്തനം പറയുമ്പോൾ നിങ്ങൾ സഹോദരിമാർ നല്ല ഹല്ലേലൂയ പറയണം. പുരുഷന്മാരെ കുറിച്ച് വൃക്ഷം ഒന്നും പറഞ്ഞു, എല്ലാ വൃക്ഷത്തോടെ ആഗോളമായിട്ട് പറയുന്നത് ഇലവാടാത്ത വൃക്ഷമായി. പക്ഷേ സഹോദരിമാരെ, ഭാര്യമാരെ നോക്കി
പരിശുദ്ധാത്മാവ് പറയുന്നു, മുന്തിരിവള്ളിയായി നിങ്ങളെ കണ്ടിരിക്കുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞോ, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞോ. മുന്തിരി അനേകർക്ക് മധുരം കൊടുക്കുന്നതാണ്. ഒരു സ്തോത്രം ചെയ്താട്ടെ. മുന്തിരിച്ചാറ്, മുന്തിരി ചുവപ്പ് നിറമാണ്. ചുവപ്പ് വീണ്ടെടുപ്പിനെ കാണിക്കുന്നതാണ്. മുന്തിരി ചുവപ്പാണ്. അത് യേശുക്രിസ്തുവിന്റെ രക്തത്തെ കൂടെ കാണിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, സഹോദരിമാരെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വൃക്ഷം ഏതെന്ന് പറഞ്ഞാൽ മുന്തിരി വൃക്ഷമായി തമ്പുരാൻ നിങ്ങളെ കണ്ടിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും മധുരിപ്പിക്കുന്ന, കൈപ്പോടിരിക്കുന്നവരെ മധുരിപ്പിക്കുന്ന, മധുരം കൊടുക്കുന്ന, ചൈതന്യം കൊടുക്കുന്ന വീഞ്ഞ്, മുന്തിരിച്ചാറ് ചൈതന്യം കൊടുക്കുന്നതാണ്, ഉന്മേഷം കൊടുക്കുന്നതാണ്, ആഹ്ലാദം കൊടുക്കുന്നതാണ്, സമൃദ്ധി കൊടുക്കുന്നതാണ്, അനേകരെ രസിപ്പിക്കുന്നതാണ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മുന്തിരി വൃക്ഷമായി തമ്പുരാൻ നിങ്ങളെ കണ്ടിരിക്കുമ്പോൾ കരങ്ങളടിച്ച് സ്തോത്രം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ്. ഒന്ന് സ്തോത്രം ചെയ്ത് തമ്പുരാൻ എഴുതി വെച്ചിരിക്കുന്നു, നിങ്ങളെ മുന്തിരി വൃക്ഷമായി. അനേക രാജ്യങ്ങളിൽ അത് ഈ മുന്തിരി ചാറിപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു. മുന്തിരി വൃക്ഷമായി അനേകർ കൈപ്പായിരിക്കുമ്പോൾ ഒരു ഹല്ലേലൂയ ഭാര്യ, ഒരു സഹോദരി, അവർക്ക് കൈപ്പായിരിക്കുന്നവർക്ക് ഹല്ലേലൂയ മുന്തിരിയാകുന്ന നിങ്ങൾക്ക് മധുരം കൊടുക്കാൻ പറ്റും. സ്തോത്രം. ഒരു നല്ല സ്തോത്രം പറഞ്ഞാട്ടെ പ്രിയമുള്ളവർ. നിങ്ങൾ ഈ സങ്കീർത്തനം വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കൽ ഒന്നും കൂടെ ആരക്കെട്ട് പറയുന്നു, നിങ്ങൾ മുന്തിരി വൃക്ഷമാണ്. സ്തോത്രം. ഈ മുന്തിരി അതിൽ ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ ഉന്മേഷം ഉണ്ടാകും, ചൈതന്യമുണ്ടാകും, ഉണർവുണ്ടാകും. നിങ്ങളെ കുറിച്ച് അങ്ങനെ കണ്ടിരിക്കുന്നു. എത്ര പുരുഷന്മാര്, ഭർത്താക്കന്മാരോ ചേട്ടന്മാരോ അപ്പന്മാരോ പുരുഷന്മാരോ കുഞ്ഞുങ്ങളുണ്ടെങ്കിലും നിങ്ങൾ വീട്ടിലില്ലെങ്കിൽ അത് ഭംഗിയായി തീരത്തില്ല. ഒരു നല്ല ഹല്ലേലൂയ സൗരവൻ പറഞ്ഞാട്ടെ. എത്ര അച്ചായന്മാരുണ്ടെന്ന് പറഞ്ഞോട്ടെ, ഭയങ്കര കെടിയേറ്റ അച്ചായന്മാരുണ്ടെന്ന് പറഞ്ഞാലും, ചേട്ടന്മാരുണ്ടെന്ന് പറഞ്ഞാലും, അപ്പന്മാരുണ്ടെന്ന്, ആ ഭാര്യ, ആ സഹോദരി ആ വീട്ടിനകത്ത് ഇല്ല എങ്കിൽ അതിന്റെ കാഴ്ചപ്പാട് വല്ലാത്തൊരു കാഴ്ചപ്പാടായിരിക്കും. എന്നാൽ സഹോദരിമാരെ, നിങ്ങൾ അനേകരുടെ കയ്പ് മാത്രം മാറ്റുന്നതല്ല. നിങ്ങൾ ഹല്ലേലൂയ വീട്ടിലുണ്ടെങ്കിൽ അത് ഐശ്വര്യം തന്നെയാണ്. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ, നിങ്ങൾ പറയണം. പരിശുദ്ധാത്മാവിൽ ഞാൻ വെറുതെ പ്രബോധിപ്പിച്ചു പോകുകയല്ല. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നത്, നിങ്ങളെ കുറിച്ച് മുന്തിരിയായി കണ്ടിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ കയ്പായിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവ് പകർന്നു വെച്ചിരിക്കുന്നത് അനേകർക്ക് മധുരം കൊടുക്കുന്ന മുന്തിരിവള്ളിയാണ്, മുന്തിരിച്ചാറാണ്, വീഞ്ഞാണ്. ആ അഭിഷേകത്തോടെ പുറത്തു വരുവാൻ പരിശുദ്ധാത്മാവ് ഈ സങ്കീർത്തനത്തിലൂടെ പ്രബോധിപ്പിക്കുകയാണ്. ഏറി വരാ, ഭാരപ്പെടേണ്ട. സ്തോത്രം. മുന്തിരിയാകുന്ന മധുരമുള്ള ഈ മുന്തിരിച്ചാറിനകത്ത് വീട്ടിനകത്തോ പുറത്തുള്ളവരോ കയ്പ് വെള്ളം കലർത്താൻ സാധ്യതയുണ്ട് അല്ലേ? ഞാൻ വീണ്ടും അരക്കെട്ട് ഉറപ്പിച്ചു പറയുന്നു. റോയ് പാസ് പണ്ട് കാലങ്ങളൊക്കെ എപ്പോഴും പറയുന്നു, അനിയന്റെ അരക്കെട്ട് ഉറപ്പിക്കുന്നു. ഞാനത് നിർത്തിയതായിരുന്നു. ഇപ്പൊ ഒന്നും കൂടെ പറയുന്നു, നിങ്ങൾ മുന്തിരിയാണ്, നിങ്ങൾ മധുരമാണ്. എന്നാൽ നിങ്ങളുടെ മധുരത്തെ കെടുത്തുന്ന, അത് വീട്ടിനകത്താകട്ടെ പുറത്താകട്ടെ, നിങ്ങളുടെ മധുരത്തെ കെടുത്തുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ മനുഷ്യരാകട്ടെ, നിങ്ങളത് കണ്ട് ഭയപ്പെടരുതും. നിങ്ങളെ തമ്പുരാൻ കണ്ടിരിക്കുന്നത് മുന്തിരിവള്ളിയായി, മുന്തിരിച്ചാറായി, വീഞ്ഞായി, അനേകരെ ഉന്മേഷം കൊടുക്കുന്നവരായി കണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ഓടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് മാതാവേ, സഹോദര, കുഞ്ഞെ, നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സന്തോഷമാണോ? യഹൂദന്മാരുടെ പാലസ്തീൻ നാട്ടിൽ മുന്തിരിച്ചാറില്ലാത്ത, മുന്തിരി വീഞ്ഞില്ലാത്ത ഒരു വീടുമില്ല എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ നമ്മുടെ വീട്ടിൽ തേയില വെള്ളവും കാപ്പി വെള്ളവും ചായ ഇല്ലാത്ത വീടുകളാണോ? ഇല്ല. അഥവാ തേയിലയോ കാപ്പിപ്പൊടിയോ തീർന്ന നാളെങ്കിലും മേടിക്കില്ലേ മനു? അതാണ് കേരളത്തിന്റെ രീതി അല്ലേ? ഇതുപോലെ തന്നെയാണ് പാലസ്തീൻ നാട്ടിൽ മുന്തിരി ചാറില്ലാത്തൊരു വീടില്ല. നിങ്ങളില്ലാതൊരു വീടില്ല. സ്തോത്രം പറ സഹോദരിമാരെ, നിങ്ങളില്ലാതെ ഒരു വീട് ഇവിടെ ഇല്ല. സ്തോത്രം. വേദപുസ്തകത്തിൽ
നിങ്ങളെ അനുഗ്രഹിക്കപ്പെട്ടവരായി തമ്പുരാൻ കണ്ടിരിക്കുന്നു. രൂത്ത് എന്ന് പറയുന്ന ദേവദാസിൽ നിന്നാണ് ലോക രക്ഷിതാവാകുന്ന യേശുക്രിസ്തുവിനെ ജനിപ്പാനിടയായത്. യേശുക്രിസ്തുവിനെ ആദ്യം കാണുന്നത് തന്നെ മരിച്ചതിനു ശേഷം കാണുന്നത് സഹോദരിമാരാ. നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങൾക്ക് സ്ഥാനമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ മധുരമുള്ളവരായി മാറുവാൻ പരിശുദ്ധ ആഗ്രഹിക്കും. സ്തോത്രം. ഒരുപാട് പറയാനുള്ള അവരോട് പറയാൻ സമയമില്ല. സ്തോത്രം. പക്ഷെ നിങ്ങൾ നാട്ടുമുന്തിരിയാണ് കേട്ടോ. കാട്ടുമുന്തിരി വല്ല ആയിപ്പോരുത് ഇടയ്ക്കിടയ്ക്ക്. ഒരു സ്തോത്രം ചെയ്തോട്ടെ. നിങ്ങൾ നാട്ടുമുന്തിരി, അതായത് ഏറ്റവും രുചിയുള്ള, അതായത് ഈ മുന്തിരിച്ചാറിനെ കുറിച്ച് പറഞ്ഞത് 1 മാസം അത് സൂക്ഷിച്ചു വെച്ചാൽ, ഭരണിക്കകത്ത് സൂക്ഷിച്ചാൽ ഭയങ്കര സുഖം അത് കുടിക്കാൻ. വിദേശ രാജ്യങ്ങളിലുള്ള അറബികളും യഹൂദന്മാരൊക്കെ 5 വർഷം 2 വർഷം 10 വർഷമൊക്കെ അത് സൂക്ഷിച്ചു വെക്കും. അത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര ചൈതന്യമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെ കുറിച്ച് നിങ്ങൾ കൊടുക്കുന്ന പ്രാർത്ഥന, സഹോദരിമാരെ, നിങ്ങൾ കൊടുക്കുന്ന പ്രാർത്ഥന, നിങ്ങൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ആ ഭവനത്തിനകത്ത് ചൈതന്യമായിരിക്കും. അത് പറയാൻ എനിക്കറിയപ്പെട്ടില്ല. ഇപ്പൊ ഞാൻ എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും സാറമ്മ വീട്ടിലല്ലെങ്കിൽ ആകെ വിഷയമാണ്. കാരണം അതിന്റെ അടുക്കി കിട്ടുന്ന മരത്തിന്, വൃത്തിയൊന്നും മരത്തിന്. സ്തോത്രം. എത്ര തെളിഞ്ഞാലും, കവി പാടിയതാണ് കേട്ടോ, വയലാർ രവി പാടിയതാണ്, എത്ര തെളിഞ്ഞാലും എണ്ണ പറ്റാത്ത സ്വർണ്ണപ്രഭയാണ് ഭാര്യ. സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. പറ്റിപ്പോരുത്. അങ്ങത്ര മാത്രം നിങ്ങളെ അങ്ങനെ കണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാ നിങ്ങളെ മുന്തിരി മധുരമുള്ളതാക്കി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവ് ആശിക്കുകയാണ്. ഇനി മക്കളെ കുറിച്ച് പറഞ്ഞു. ആ വാക്യം തന്നെ വായിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും ഇരിക്കും. പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങള് ഈ പാസ്റ്റർ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളെ നോക്കി ഒലിവ് വൃക്ഷമായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഒലിവ് വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താണ്? ഒന്ന്, ഈ ഒലിവ് വൃക്ഷം നല്ല ഉയരങ്ങളിൽ വളരുന്ന മരമാണ്. ഒരു സ്തോത്രം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ, ഒലിവ് വൃക്ഷം നല്ല പൊക്കത്തിൽ വളരുന്ന മരമാണ്. നിങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആത്മീകമായും ഭൗതികമായും ഉയരങ്ങളിലേക്ക് പോകുവാൻ ഈ ഒലിവ് വൃക്ഷമാകുന്ന കുഞ്ഞുങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് വൃക്ഷം പോലെ ഇരിക്കുന്നു. ഒലിവ് വൃക്ഷം ഉയരമുള്ള വൃക്ഷമാണ്. ഉയരമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭൗതികമായും ആത്മീകമായും വളരുവാൻ. ഞാനൊരു കാര്യം പറയാം. ഈ കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പന്മാരാകുന്ന ഞാനോ യോശുവ പാസ്റ്ററൊക്കെ ഇപ്പം ഇനി ചെറുതായിക്കൊണ്ടിരിക്കും. വിദ്യാഭ്യാസ മേഖലകളാകട്ടെ, സാമ്പത്തിക മേഖലകളാകട്ടെ, ശാരീരിക മേഖലയാകട്ടെ, അപ്പന്മാര് ശരീരം അതിന് ചുരുങ്ങും, സാമ്പത്തികം ചുരുങ്ങും, വിദ്യാഭ്യാസം എല്ലാ മേഖലയും നമുക്ക് ശൂന്യതയായിരിക്കും. ഇവര് വളരുന്നവരാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇവര് വളരുന്നതിനായി സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. അപ്പോ ഒലിവ് വൃക്ഷം വളരുന്ന വൃക്ഷമാണ്. ഉയരങ്ങളിലേക്ക് പൊങ്ങി നിൽക്കുന്ന വൃക്ഷമാണ്. ഇതിന്റെ ഇലകൾ വെള്ള നിറമാണ്. പൂക്കൾ. സ്തോത്രം ചെയ്യട്ടെ കുഞ്ഞുങ്ങളെ. മക്കളെ, നിങ്ങളെ കുറിച്ച് പറയുന്നത് ഇന്നത്തെ സങ്കീർത്തനം ഇങ്ങനെ. സഹോദര അച്ചായന്മാർക്കും ആന്റിമാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞാനൊരു പ്രബോധനം പറയുകയാണ് ഇന്ന് പകൽക്കാലം. നിങ്ങളെ കുറിച്ച് ഓരോ വൃക്ഷമായിട്ട് ഭൂമിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ഇല, അതിന്റെ പൂക്കൾ വെള്ള നിറമാണ്. നിങ്ങൾ വെള്ള വിശുദ്ധിയെ കാണിക്കുകയാണ്. നാളിതുവരെയും ഇനി മരണം വരെയും വിശുദ്ധിയോടെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം സംഘത്തോട് പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങളെ നോക്കി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ നല്ലവരായിരിക്കാം. പക്ഷെ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ, കോളേജിൽ പോകുമ്പോൾ, മറ്റു രാജ്യങ്ങളിൽ, മറ്റു സ്റ്റേറ്റുകളിൽ പോകുമ്പോൾ നിങ്ങളെ തെറ്റിക്കുവാൻ അനേകര് കാണും. മറന്നു പോകരുതും. കണ്ട വെള്ള നിറമാണ് അതിന്റെ പൂക്കൾ. വെള്ള വിശുദ്ധിയെ കാണിക്കുന്നു. യേശു ക്രിസ്തു പറയുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. കണ്ടോ, ഈ ഒലിവ് ഹല്ലേലൂയ മരത്തിന്റെ ഹല്ലേലൂയ, അതിന്റെ അല്ലെങ്കിൽ അതിന്റെ കുരു എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫലവത്തായ കാര്യമാണ്. അത് ഒരു ഔഷധ ഗുണമുള്ള കാര്യമാണത്. സ്തോത്രം. അതിന്റെ കായിടിച്ച് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ചരിത്രം പറഞ്ഞെങ്ങനെയാണ്? രോഗത്തിന് ഈ വലിയ അനുഗ്രഹമാകുന്ന ഒരു എണ്ണയാണ് ഒലിവെണ്ണ.
നല്ല സ്വത്രം പറഞ്ഞാട്ടെ, കുഞ്ഞുങ്ങൾ പറയണം സ്വത്രം. അത് മാത്രമല്ല, വിശിഷ്ട അതിഥികൾ വരുമ്പോൾ ഈ എണ്ണ കൊണ്ട്, ഒലിവെണ്ണ കൊണ്ട് ആ വിശിഷ്ട അതിഥികളെ പൂശും. ഈ എണ്ണയാണ് അഭിഷേക തൈലം ഉണ്ടാക്കുന്നത്. ഈ എണ്ണയാണ് സമാഗമന കൂടാരത്തിൽ ഒരിക്കലും അണയാതെ നിൽക്കുന്ന നിലവിളക്കിനകത്തൊഴിക്കുന്ന എണ്ണയാണ് ഒലിവ് വൃക്ഷത്തിന്റെ ഹല്ലേലൂയ. ഒരു നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്ന ഇങ്ങനെയാണ്, ഒലിവ് വൃക്ഷമായി ഉയരങ്ങളിലേക്ക് നിൽക്കുന്ന മരമാണ് ഒലിവ് വൃക്ഷം. അതിന്റെ അലിലിയ പൂക്കൾ വെള്ളപ്പൂക്കളാണ്. ഇതിന്റെ എണ്ണ എന്ന് പറഞ്ഞാൽ അഭിഷേക തൈലമാണ്, എണ്ണയാണ്. ഈ എണ്ണയായി തീരുവാൻ പരിശുദ്ധാത്മ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അവിടെ ഇതൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിങ്ങനെയാണ്, ഇതിന്റെ തടി, ഇത് നൂറ്റാണ്ടുകൾ വർഷങ്ങൾ ഈ മരം നിൽക്കുന്നു പറഞ്ഞ ഗതസമനയിൽ ഇന്നും ഈ മരം ഉണ്ടെന്ന് പറഞ്ഞ യേശു കർത്താവ് പോയ സ്ഥലത്ത് ഇന്നും ഏകദേശം 8ഓളം ഈ ഒലിവ് മരം ഉണ്ടെന്ന് പറയുന്നു. നല്ല സ്വന്തം പറഞ്ഞാട്ടെ, നൂറ്റാണ്ടുകൾ വർഷം ഈ മരം നിൽക്കും. നിങ്ങൾ നിൽക്കണം. സ്വത്രം. ഈ പ്രബോധനത്തിന് ആരാധന വേണ്ടത്തില്ല, പക്ഷെ നിങ്ങൾ ഗുണമാണെന്ന് എനിക്കറിയാം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങളെ കുറിച്ച് നൂറ്റാണ്ടുകൾ നിൽക്കുവാൻ ഇത് ആയുസ്സുള്ള മരമാണ്. സ്തോത്രം. ഒലിവ് മരം. ഈ മരത്തെ വെട്ടി, ഇവിടെ ഈ സങ്കീർത്തകൻ പറഞ്ഞാമോ, ഈ മരത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ മരം വെട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ശിഖരങ്ങൾ ഇങ്ങനെ താങ്ങി നിർത്തുന്നത് പോലെ നിൽക്കും. അതിനെയാണ് മേശയ്ക്ക് ചുറ്റും ഒരു വൃക്ഷം പോലെ മക്കളെ കണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അപ്പനും അമ്മയും പ്രായമാകും. ആ സമയത്ത് നിങ്ങളവരെ താങ്ങണം. കുഞ്ഞുങ്ങൾ സ്വന്തം പറഞ്ഞാട്ടെ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇനി വലുതാവും, വിവാഹം കഴിക്കും, മക്കളൊക്കെ നിങ്ങൾ ലഭിക്കും. പക്ഷേ നിങ്ങളെ വളർത്തിയ അപ്പനെ അമ്മയെ അവർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും ആഹാരങ്ങളും കൊടുത്ത് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാതെ പുതിയ അച്ചാച്ചനെ കണ്ടുകൊണ്ട് പുതിയ സഹോദരനെ കണ്ടിട്ട് പൊക്കളരുത്. പോണോ, നീ പോ. സ്വത്രം. നീ പോ. നീ ആ സഹോദരി പറയും, നമുക്ക് പപ്പയും അമ്മയെ കാണാൻ പോവെന്ന് പറയും. അപ്പൊ ഇദ്ദേഹം പറയും, നീ മിണ്ടാരിടാ, പിന്നെ ദിവസം പോകാം. സ്വത്രം. നമ്മുടെ മക്കള് ഇപ്പൊ എന്റെ മോളെ തന്നെ പറയാം, കൃപമോളത്ത് വിവാഹം കഴിക്കുമ്പോൾ അവരെ ഭർത്താവ് പറയും, നമുക്ക് അപ്പനെ അമ്മയെ കണ്ടിട്ട് വരാന്ന് പറയും. അപ്പൊ കൃപയാണെങ്കിൽ പറയും, പിന്നോട്ട് പോകാം. കണ്ടോ, നമ്മളെ മക്കൾ അങ്ങനെ പറയുന്നത്, കയറി വരുന്നത് പറയത്തില്ല. കണ്ടോ, നിങ്ങളെ കുറിച്ച് വേദപുസ്തകം പറഞ്ഞെങ്ങനെയാണ്, ചിരിപ്പിക്കാൻ പറഞ്ഞെങ്കിൽ അതിനകത്തും ആഴങ്ങളുണ്ട്. സ്വത്ര. മുതിർന്നോട് പറയട്ടെ, ഈ കുഞ്ഞുങ്ങളെ നോക്കി പറഞ്ഞെങ്കിലും എല്ലാ ദൂതുകളും പുരുഷനെ കുറിച്ചും ഭാര്യയെ കുറിച്ചും മക്കളെ കുറിച്ചും ദൂത് പറയുമ്പോൾ ആഗോളമായി എല്ലാവരുടെ മേലും ഈ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നതിനാൽ ഞാൻ എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വാടാത്ത വൃക്ഷമായി, ഒലിവ് വൃക്ഷമായി, മുന്തിരി വൃക്ഷമായി നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കേണ്ടെന്ന് പകൽക്കാലം നമുക്ക് കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഫലപ്രദമായ വൃക്ഷമായി ഉൽപ്പത്തി പുസ്തകം 49:20 വായിക്കുന്നതാണ്, യോസഫ് ഫലപ്രദമായ വൃക്ഷം തന്നെ. ഫലപ്രദമായ വൃക്ഷമായി. വൃക്ഷം അനേകർക്ക് തണല് കൊടുക്കുന്നു. വൃക്ഷം അനേകർക്ക് ആശ്വാസം കൊടുക്കുന്നു. വൃക്ഷം അനേകർക്ക് ഫലം കൊടുക്കുന്നു. പ്രിയമുള്ള ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, പൈതങ്ങളെ, നമ്മളെ കുറിച്ച് ദൈവാത്മ പറഞ്ഞത് എങ്ങനെയാണ്, നമ്മൾ അനേക വൃക്ഷമാകുന്ന നമ്മള് അനേകർക്ക് തണല് കൊടുക്കണം, അനേകർക്ക് ആശ്വാസം കൊടുക്കണം, നല്ല ഫലം കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കും. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ഫലം കൊടുക്കുന്ന വൃക്ഷങ്ങളാക്കി ഞങ്ങളെ പരിശുദ്ധാത്മാവ് തീർക്കുന്നതിനായി സ്തോത്രം. എല്ലാ അനുഗ്രഹങ്ങളാലും തന്റെ ജനത്തെ അനുഗ്രഹിക്കും. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ രീതിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിശുദ്ധൻ സോംഭാഷ്, അതുപോലെ ദൈവദാസന്, കടന്നു വന്ന ദൈവമക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, ഏവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു.
വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മൾ ആ ദിനങ്ങളിലൊക്കെ ദൈവം നമ്മളെ സൂക്ഷിച്ച് അപകടങ്ങളാവത്ത നൃത്തങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാമായിരുന്നു. എന്നാൽ അവിടെയെല്ലാം ദൈവം നമ്മെ വിടിവിച്ച് ഇന്ന് മഴക്കാലം ആരാധനയുള്ള ബന്ധത്തിൽ ഈ ആലയത്തിലേക്ക് കടന്നു വരുവാനും നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനും ദൈവം ഒരുക്കി നല്ല സഹവാസത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന നിമിഷം മുതൽ നമുക്ക് പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം നമ്മെ സഹായിച്ചല്ലോ. നല്ല സാക്ഷ്യങ്ങളൊക്കെ കേൾപ്പാൻ ദയായി അതിൽ പലരും പല ഭാരങ്ങൾ പ്രയാസങ്ങളൊക്കെ വലിയ സ്തോത്രം സാക്ഷ്യങ്ങളിലൂടെ പ്രസ്താവിച്ചു. എന്നാൽ അതിനൊക്കെ പ്രാർത്ഥിപ്പാൻ ദൈവം ഇടയായി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. രോഗികളായിരിക്കുന്നവർക്ക് ദൈവം വിടുതലും ആശ്വാസം കൊടുക്കട്ടെ. ഇന്നത്തെ നമുക്ക് ഹാലേലിയ സന്തോഷത്തോടെ കാണുവാൻ തക്കോണം ദൈവം സഹായിക്കട്ടെ. അല്പസമയം വചനത്തിൻ്റെ മുമ്പിലായിരിക്കുവാൻ ഞാൻ വളരെ ഹാലേലിയ സ്തോത്രം പ്രാർത്ഥനയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വേദവചനം വായിച്ച് എന്നിലൂടെ വന്ന ചില ചിന്തകൾ ദൈവ സന്നിധിയിൽ ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചുകൊണ്ട് കാണിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്ക് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 37, 38 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 14-ന്റെ 37, 38 വാക്യം. പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, ശീമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിന് എന്തോരൻപേദപ്പനെ പാവിമേൻ, എന്തോരൻപേദപ്പനെ ആകാശം ഭൂമി മധ്യേ നിൻ പേർക്കാവൻ ആരോമേട്ടുന്നയ്യോ. ആകാശം ഭൂമി മധ്യേ നിൻ പേർക്കാവൻ ആരോമേട്ടുന്നയ്യോ. ദേഹമാഴലുന്നേ ദേഹിയുഴലുന്നേ, ദേഹമാഴലുന്നേ ദേഹിയുഴലുന്നേ, സ്നേഹം പേരുകുന്നേ പാതകേനോടയ്യോ. സ്നേഹം പേരുകുന്നേ പാതകേനോടയ്യോ. എന്തോരൻ പാതിമേ, എന്തോരൻ പേദപ്പനെ, എന്തോരൻ പേദപ്പനെ പാവിമേൽ, എന്തോരൻ പേദപ്പനെ. വളരെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വായിച്ച വേദഭാഗം നമുക്ക് വളരെ പരിചയമുള്ള വേദഭാഗമായതുകൊണ്ട് വേഗം ചില ചിന്തകൾ മാത്രം പറഞ്ഞ് കാണിക്കാൻ കർത്താവിൽ ശ്രമപ്പെടുകയാണ്. ആ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? പിന്നെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, ശീമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലേ? മതി മതി. ഇവിടെ നമുക്കറിയാം, ഈ ഭാഗം വായിച്ചപ്പോൾ ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാം. നമ്മുടെ കർത്താവായ യേശു കർത്താവ് ഈ ഭൂമിയിൽ വരുവാനിടയായി വന്നതിൻ്റെ ഉദ്ദേശമൊക്കെ ഞാൻ പറയാൻ നിങ്ങൾക്കറിയാമല്ലോ. ഞാനും നിങ്ങൾ ചെയ്ത പാപത്തിന് പരിഹാരം കാണുവാനായിട്ടാണ് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നത്. അതിൻ്റെ പര്യവസാന നിമിഷമാണ്, അല്ലെങ്കിൽ ആ ഒരു ശുശ്രൂഷയിലേക്ക് കർത്താവ് കടക്കാൻ പോകുന്നതിന് മുൻപായിട്ട് കർത്താവ് തന്നെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് ഗെത്സമനെ എന്ന തോട്ടത്തിലേക്ക് പോകുവാനിടയായി. ഇതൊക്കെ നമുക്ക് നല്ലോണം അറിയാവുന്ന സൺഡേ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ, എങ്കിലും ഒന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഇപ്പം ഈ ഗെത്സമന തോട്ടത്തിലേക്ക് കർത്താവ് തന്നെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് പോയി. നമുക്കറിയാം 12 ശിഷ്യന്മാരുണ്ടെങ്കിലും എല്ലാവരെയും ഒന്നും കർത്താവ് കൊണ്ടുപോയില്ല. ആകെ 3 പേരെയാണ് കൊണ്ടുപോയത്. ഒന്ന് യാക്കോബ്, യോഹന്നാൻ, അതായത് സെബദി മക്കൾ എന്ന് പറയപ്പെടുന്ന യാക്കോബ്, യോഹന്നാൻ, പത്രോസ്. ഈ 3 പേരെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ചില ശുശ്രൂഷകൾക്ക് കർത്താവ് എല്ലാവരെയും ഒന്നും കൊണ്ടുപോകത്തില്ല. പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കുന്ന ചില ആൾക്കാരെ മാത്രമേ കർത്താവ് കൊണ്ടുപോകാറുള്ളൂ. അത് ഒത്തിരി ശുശ്രൂഷയിൽ നമുക്ക് കാണാൻ ഇടയായിട്ടുണ്ട്. അത് നമുക്കും അത് നമുക്കും ബാധകമാണ്. എങ്കിലും നമുക്കൂടെ ഉള്ളവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കൊണ്ടുപോകാറുണ്ട്. സ്തോത്രം. ഇവിടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരാകുന്ന ഈ 3 പേരെയും കൂട്ടിക്കൊണ്ട് ഗെത്സമന തോട്ടത്തിൽ ചെന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു, അവരെ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഒരു കല്ലേറ് ദൂരം മുന്നോട്ട് പോയി കർത്താവ് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കണം എന്ന് നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുക മാത്രമല്ല, അവിടെ കൊടുത്തിരിക്കുന്ന വാക്കിങ്ങനെ നിങ്ങളിവിടെ പാർത്ത് എന്ത് ചെയ്യണമെന്നാണ്,
പ്രാർത്ഥിക്കണം. നമ്മൾ പാർക്കണമെന്നാണ് കാരണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന പെട്ടെന്നൊന്നും തീരത്തില്ല. കുറച്ച് നേരം പ്രാർത്ഥനയുണ്ട്, അല്ലെങ്കിൽ ചില ദിവസങ്ങൾ പ്രാർത്ഥനയുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പാർക്കണം എന്നാണ് പറഞ്ഞത്. നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഇവിടെ കടന്നു വന്ന് 10 മണിക്ക് എത്രയും പെട്ടെന്ന് പോയാൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹിച്ചാണ് നമ്മളിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ കുടുംബ പ്രാർത്ഥന അങ്ങനെയാണ്. സ്തോത്രം. ഇപ്പം തന്നെ ഹാലേലിയ സ്തോത്രം. ഈ കുടുംബ പ്രാർത്ഥന നടത്തുന്ന ലീഡർമാർ തന്നെ പറയുന്നുണ്ട്, ഹാലേലിയ പ്രാർത്ഥന ഞാൻ ചുരുക്കാൻ പോവുകയാണ്. കാരണം നേരത്തെ 9 മണി 9:30 വരെയൊക്കെ പ്രാർത്ഥന നീണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഇനി ആകാരവും അന്ന് നല്ല നിലയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആകാരം ചുരുങ്ങി വരുന്ന പ്രാർത്ഥന അതിനനുസരിച്ച് ചുരുങ്ങി വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ടായിരിക്കാം ചുരുക്കാൻ പോകാമെന്ന് പറഞ്ഞത്. എന്തുമായിരുന്നാലും ഇനിയിപ്പം ചുരുക്കിയാലും നീട്ടിയാലും എന്തായാലും ഒരു കടിയും കുടിയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന് മുന്നോട്ട് പോകാതെ ഞാൻ ചുരുക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വിരുന്ന് ഭാഷം പറഞ്ഞേക്കുന്നത് ഇനി ഒരു 8 മണിയാകുമ്പോഴും നിർത്തണമെന്നാണ്. ഹാലേലിയ സ്തോത്രം. അപ്പൊ അങ്ങനെ നമ്മൾ പ്രാർത്ഥന ചുരുക്കുക. എന്നാൽ കർത്താവ് പറഞ്ഞത് നിങ്ങളിവിടെ പ്രാർത്ഥന ചെയ്യണമെന്നാണ്, പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. ഹാലേലിയ സ്തോത്രം. ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ ഇവിടെ പാർക്കണം എന്ന് വെച്ചാൽ പ്രാർത്ഥന അല്പം നീണ്ടുപോകും. അതുകൊണ്ടാണ്. അപ്പോൾ കർത്താവ് ഒരു കല്യാണപുരം മുന്നോട്ട് പോയിരുന്നിട്ട് കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? പ്രാർത്ഥിക്കാനുണ്ടായി. നമുക്കറിയാമല്ലോ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് ഒത്തിരി പ്രാർത്ഥിക്കാനുണ്ടായി. നമുക്കതൊരു മാതൃകയാണ്. പക്ഷെ നമ്മൾ അത്രമാത്രം പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്ക് അറിയത്തുള്ളൂ. സ്തോത്രം. കർത്താവ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. അല്ലെങ്കിൽ കർത്താവ് വന്നിട്ട് കർത്താവിൻ്റെ പിതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മലയിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കും, ശിഷ്യന്മാരുടെ കണ്ണിൽ പെടാതെ ഒളിഞ്ഞ് മാറിയിരുന്ന് പ്രാർത്ഥിക്കും. സ്തോത്രം. ഇങ്ങനെയൊക്കെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ മഹത്വം എന്താണെന്ന് ഹാലേലിയ സ്തോത്രം ശിഷ്യന്മാരെ പഠിപ്പിക്കാനിടയായി. അതുപോലെ തന്നെ ശിഷ്യന്മാർ പറയുകയും ചെയ്തു അത് തന്നെ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ഹാലേലിയ. കാരണം ഈ പ്രാർത്ഥനയിൽ എന്തൊക്കെ രഹസ്യം ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനിടയായി. കർത്താവ് പ്രാർത്ഥിക്കുന്നത് കണ്ടുകൊണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞത് ഒരു ശുശ്രൂഷ ഞങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിലും പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ഹാലേലിയ സ്തോത്രം. അത് കർത്താവ് അങ്ങനെ പഠിപ്പിക്കാനിടയായി. അത് നമ്മൾ പ്രാർത്ഥിക്കുന്നൊന്നും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നമ്മുടേതാകുന്ന ശൈലിയിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടോട്ട് പോവുക. അപ്പോൾ ഇവിടെ കർത്താവ് പറയും ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ ഇവിടെ ഇരിക്കണം, ഇവിടെ പാർക്കണം, എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഒരു കല്യാണം മുന്നേ പോയിരുന്ന് കർത്താവ് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ പ്രാർത്ഥനയൊക്കെ അന്നത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചരിത്ര പ്രധാനമായ പ്രാർത്ഥനയാണ്, ചരിത്ര സംഭവമാണ്. ഹാലേലിയ സാധാരണ കർത്താവ് പ്രാർത്ഥിക്കുന്ന പോലെ അല്ലായിരുന്നു. അവൻ്റെ ഹാലേലിയ വിയർപ്പ്, ഹാലേലിയ സ്തോത്രം, രക്തത്തുള്ളി പോലെ ആയെന്നും ഹാലേലിയ താൻ പിതാവിനോട് ഹാലേലിയ കരഞ്ഞ് പ്രാർത്ഥിപ്പാനൊക്കെ ഇടയായി. നമ്മൾ എത്രമാത്രം കരയുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഹാലേലിയ ഞാൻ ചിലപ്പോഴൊക്കെ കരഞ്ഞ് ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹാലേലിയ സ്തോത്രം. എന്നാൽ കരഞ്ഞുള്ള പ്രാർത്ഥനയെ ഹാലേലിയ ഒരു വലിയ അനുഗ്രഹമായിരിക്കും. പ്രാർത്ഥിച്ചെന്ന് നമുക്ക് തന്നെ ഒരു തൃപ്തി വരുന്നത് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ. അല്ല അതിനോട് ഇതിനോടൊക്കെ പ്രാർത്ഥിച്ചു പോയതുകൊണ്ട് പ്രാർത്ഥിച്ചെന്ന് നമുക്ക് തൃപ്തിപ്പെടാമെങ്കിലും ഹാലേലിയ അതിന് തക്ക മറുപടി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കരഞ്ഞ് ഹാലേലിയ സ്തോത്രം നമ്മൾ പ്രാർത്ഥിച്ചാൽ, ആത്മാർത്ഥയോടെ പ്രാർത്ഥിച്ചാൽ ദൈവം കണ്ണുനീരിന് മുൻപിൽ മറികടക്കുന്ന ദൈവമല്ല. കണ്ണുനീര് കൊണ്ട് ഹാലേലിയ ഈ വിഷയത്തിന് മുൻപിൽ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. അത് അനുഭവിച്ചറിഞ്ഞ ഊർജ്ജ ദൈവത്തെ സ്മരിക്കുകയാണ്. ഇവിടെ കർത്താവ് പറയും, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് മാത്രമല്ല, കർത്താവ് ഹാലേലിയ പ്രാർത്ഥന ശൈലി അവരെ പഠിപ്പിക്കാനിടയായി. കർത്താവ് ഒരു കല്യാണത്തിന് മുന്നേ പോയിരുന്നുകൊണ്ട് കർത്താവ് പ്രാർത്ഥിച്ച്, പിതാവേ ഹാലേലിയ സ്തോത്രം, വരാൻ പോകുന്ന വിഷയമാണ്. കർത്താവ് ഹാലേലിയ അവിടെ മുന്നോടിയായി പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്ക് ശേഷമായിട്ട് ഹാലേലിയ സ്തോത്രം ചേർന്ന് വന്ന് പിടിക്കുവാനിടയാകും. അതിനുശേഷം കോടതിയായി, വിധിയായി, കാൽവരിയായി, പിന്നെ ക്രൂശായി, പിന്നെ മരണമായി, അടക്കമായി, പിന്നെ ഉയർത്തെഴുന്നേൽപ്പായി, ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് കർത്താവിന് നല്ലപോലെ അറിയാം. പക്ഷേ ഈ വിഷയമൊന്നും കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും വരുത്തുമില്ല. ഹാലേലിയ കാരണം ഈ അല്ല നമുക്ക് ഹാലേലിയ വലിയ ശാരീരിക ദേഹമോ വലിയ നൊമ്പലമൊന്നും ഇല്ലാത്ത വിഷയത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹാലേലിയ പോകാൻ താല്പര്യപ്പെടുന്നത്. ഇങ്ങനെയൊക്കെ വരാൻ പോവുക, ചേർക്കരൊക്കെ വന്ന് പിടിക്കും, പ്രശ്നമൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോരോരോ എഴുതിരി പറഞ്ഞ് എന്ത് ചെയ്യും? അവർ മാറിക്കളയും. അവർ കർത്താവ് ഇതൊന്നും അവരോട് പറഞ്ഞില്ല. നിങ്ങൾ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ട് കർത്താവ് മുന്നോട്ട് പോകണം, പ്രാർത്ഥിക്കാനിടയായി. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഹാലേലിയ സ്തോത്രം ഇരിക്കുന്ന കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ഏറ്റവും അതിൻ്റെ മാക്സിമം അല്ലെങ്കിൽ അതിൻ്റെ ഹാലേലിയ അതിൻ്റെ ഹാലേലിയ സീരിയസ് വിഷയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഹാലേലിയ ഇങ്ങോട്ട് കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? ഹാലേലിയ സ്തോത്രം കുറെ കഴിഞ്ഞിട്ട് കർത്താവ് മടങ്ങി വന്നു. കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്കറിയാമല്ലോ. ഹാലേലിയ വിയർപ്പ് ഹാലേലിയ എന്ത് ചെയ്യുന്ന അത് രക്തത്തുള്ളി പോലെ വീണെന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് കഠിനമായ പ്രാർത്ഥനയായിരുന്നു. നമ്മളങ്ങനെ കഠിനമായി വലുതായിട്ടൊന്നും പ്രാർത്ഥിക്കത്തില്ല. നമ്മളങ്ങനെ വേർക്കാനൊന്നും എന്ത് ചെയ്തില്ല. ഹാലേലിയ നമ്മൾ മെനക്കെടത്തില്ല. ഹാലേലിയ വേർപ്പ് വരുമെന്ന് തോന്നിയാൽ അപ്പോഴേ നമ്മൾ ആദ്യം പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കും. ഹാലേലിയ സ്തോത്രം. എന്നാൽ കർത്താവ് ഹാലേലിയ സ്തോത്രം വിയർപ്പോടെ ഹാലേലിയ അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി വീണെന്ന് ഹാലേലിയ നമുക്കറിയാൻ കഴിയുന്നു. ഹാലേലിയ അത്രമാത്രം കഠിനമേറിയ പിതാവിനോട് നിലവിളിക്കുന്ന നിലവിളിയായിരുന്നു. കഴിയുമെങ്കിൽ ഈ കാലമാത്രം എന്നിൽ നിന്ന് നീക്കണം. എന്നിട്ട് കർത്താവിന് താങ്ങാൻ കഴിയത്തില്ലെന്നല്ല പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ പാപങ്ങൾ അതിന് അത്രമാത്രം ഭാരമേറിയതാ. അതിന് മനുഷ്യന് താങ്ങാൻ കഴിയത്തില്ല.
ഉണ്ടായിരുന്നില്ല. ദൈവത്തിന്റെ പുത്രൻ അതുകൊണ്ടാണ് ഇറങ്ങി വന്നത്. ആദാമ്യ പാപം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് അവന്റെ അകർത്തിൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് അതിൽ നിന്ന് നമുക്ക് വിടുതലില്ലാതെ, അതിൽ നിന്ന് സ്വയമായിട്ട് നമുക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ ഞാൻ നിങ്ങൾ പാപത്തിന്റെയും അകർത്തിന്റെയും ഹല്ലേലൂയ മധ്യേ നമ്മൾ ഹല്ലേലൂയ ഉഴയുവാൻ ഇടയായത്. അതിന്റെ പരിഹാരം ക്രിസ്തുവിലൂടെ അല്ലാതെ ലോകത്ത് മറ്റാരും അതിന് സാധിക്കത്തില്ലെന്ന് ദൈവം മനസ്സിലാക്കിയാണ് മനുഷ്യനായി ഇറങ്ങി വന്നതും ആ പാപഭാരം കർത്താവ് ഏറ്റെടുക്കുവാൻ ഇടയായത്. മനുഷ്യന്റെ പാപഭാരം ദൈവത്തിന് പോലും അത് വലിയ ഭാരമായിരുന്നു. എങ്കിലും ദൈവം ഹല്ലേലൂയ പറയുന്നു, പിതാവേ നിന്റെ ഇഷ്ടമല്ല എന്റെ ഇഷ്ടമാണ്, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ പാപഭാരം ക്രിസ്തു ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ആത്മീയത്തിൽ പഠിക്കുവാനും കർത്താവ് നമുക്ക് വേണ്ടി ഉയർത്തിനേൽക്കുവാനും അതിലൂടെ പാപത്തിന് പരിഹാരം കാണുവാനും ഇടയായി തീർന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ സന്തോഷത്തോടെ ഇന്ന് ഇവിടെ വന്നിരിക്കാനും നമുക്ക് നമ്മുടെ ദൈവത്തെ വാഴ്ത്തപ്പെടുത്തുവാനും ഇടയായി തീർന്നത്. അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഞാനിവിടെ പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ വായിച്ച വേദഭാഗത്തേക്ക് ഞാൻ വന്നില്ല. അവിടെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലം പറയുന്നത് മാത്രമേ ഉള്ളൂ. കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് മടങ്ങി വന്നു. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ ആ പ്രാർത്ഥന വളരെ ഭാരമേറിയതാണെങ്കിൽ പോലും കർത്താവിന്റെ ചിന്ത തന്റെ ശിഷ്യന്മാരെ കുറിച്ചായിരുന്നു. ഹല്ലേലൂയ. കർത്താവിന് താങ്ങാൻ കഴിയാത്ത ഭാരമാണ്. എങ്കിലും ഭാരമൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് കർത്താവ് മടങ്ങി വന്ന് അവരെന്തെടുക്കുന്നു, ഞാൻ അവരെ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ടാണല്ലോ പോയത്, അവരെന്തെടുക്കുന്നു എന്ന് അറിയുവാനായിട്ട് കർത്താവ് അവരുടെ അടുക്കിലേക്ക് എന്ത് ചെയ്യുന്നു? സ്തോത്രം. എന്നാലും അവർ കർത്താവ് പ്രാർത്ഥിച്ചതൊക്കെ ഈ ശിഷ്യന്മാർ കണ്ടതാ. കർത്താവ് ഹല്ലേലൂയ വിലപിക്കുന്നതും നിലവിളിക്കുന്നതൊക്കെ അവർ കണ്ടതാ. എന്നിട്ട് ഈ കർത്താവിന്റെ അടുക്കിലോട്ട് ശിഷ്യന്മാർക്ക് പോകാൻ മനസ്സുണ്ടായില്ല. എന്നാൽ കർത്താവ് ആ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വന്നിട്ട് ഹല്ലേലൂയ അവൻ എന്തെടുക്കുന്നതെന്ന് അറിയാൻ, കാരണം രാത്രിയാണ്, എന്തെടുക്കുന്നതെന്ന് അറിയുവാനായി കർത്താവ് അവരുടെ അടുക്കിലേക്ക് വന്നപ്പോൾ അവർ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഹല്ലേലൂയ എന്തെടുക്കാനായില്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞതാ. അവർ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, ശീമോനെ, ഹല്ലേലൂയ നമ്മളെ ആ വാക്യം വായിച്ചിട്ട്, ശീമോനെ നീ ഉറങ്ങുന്നുവോ? കണ്ടോ, കർത്താവ് പറയുക ശീമോനെ നീ ഉറങ്ങുന്നുവോ? അതാണ് എന്നെ ചിന്തിപ്പിക്കാൻ ഇടയായത്. കാരണം അവിടെ 3 പേരാ, ബഹുവചനത്തിലാണ് കർത്താവ് പറയേണ്ടത്. പക്ഷേ ഈ 3 പേരോട് നിങ്ങൾ ഉറങ്ങുന്നുവോ എന്ന് ചോദിക്കേണ്ടതിന് കർത്താവ് പറഞ്ഞു കേട്ടോ, ശീമോനെ നീ ഉറങ്ങുന്നുവോ എന്നാണ് കാണുന്നത്. സ്തോത്രം. ഈ ശീമോനാണ് ഹല്ലേലൂയ നമുക്കറിയാം ശിഷ്യന്മാരിൽ ശ്രേഷ്ഠൻ ഇല്ലേ? ഒന്നാമനെന്നാ പറയുന്നത്. ശീമോനെ കുറിച്ച് പറയുന്നത് നീ പത്രോസ് ഒന്നാമനെന്നാ പറയുന്നത്. അങ്ങനെ ഈ ഒന്നാമൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യം എന്തായിരിക്കും? കൊള്ളാം, അവർ പിന്നെ ഒരുപാട് കുറുക്കം പറ്റിയുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. പിന്നെ അവർ ഇവിടെ നേതാവിനിങ്ങനെ ഇവർ നമുക്കെന്താ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ ശിവനെ നീ ഉറങ്ങാൻ പാടില്ല. കാരണം നീ മുൻപന്തിയിൽ നിൽക്കേണ്ടവനാണ്, നീ മുൻപന്തിയിൽ നിൽക്കേണ്ടവനാണ്. നിനക്കുറങ്ങാൻ പാടില്ല. ചിലപ്പോൾ യാക്കോബ് ഉറങ്ങിയേക്കാമായിരിക്കാം, ചിലപ്പോൾ യോഹന്നാൻ ഉറങ്ങിയേക്കാമായിരിക്കും. ശിവനെ നിനക്കുറങ്ങാൻ കഴിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. മീൻ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ആ ഗലീല കടലിലൂടെ ഹല്ലേലൂയ സ്തോത്രം സഹോദരന്റെ അപ്പനും ഒക്കെ ആയിട്ട് ഹല്ലേലൂയ മീൻ പിടിച്ച് നാടുന്ന ജോലിയുമായി നിന്ന ഹല്ലേലൂയ ഈ ശിവനെ കർത്താവ് ചെന്നിട്ട് ഹല്ലേലൂയ ശിവനെ ഹല്ലേലൂയ നീ എന്റെ പിന്നാലെ വാ, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നതാക്കാമെന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ജോലി ഏൽപ്പിച്ച ഈ ശിവനോട് പറയുക നീ ഉറങ്ങുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ശിഷ്യൻ നമുക്കറിയാം, നമ്മുടെ കർത്താവ് കൂടി ചെന്നിട്ട് ഹല്ലേലൂയ ശിവനോട് പറയും നീ എന്റെ പിന്നാലെ വാ. കാരണം അവനൊരു ഭാവിയാ. പത്രോസ് ഒരിക്കൽ പറഞ്ഞതാ, ഹല്ലേലൂയ ഗെനസരേത്ത് തടാകത്തിൽ വെച്ച് പറഞ്ഞതാ, അവൻ ഭാവിയായ മനുഷ്യൻ എന്നെ വിട്ട് പോകണമെന്ന് പറഞ്ഞതാ. അവൻ ഭാവിയാണെന്ന് നമുക്കറിയാം. പക്ഷേ ഭാവിയോട് കർത്താവ് ഒരൊറ്റ വാക്യം പറഞ്ഞോളൂ, നീ എന്നെ പിന്തുടരെ, എന്റെ പിന്നാലെ വാ, ഞാൻ നിന്റെ മനുഷ്യനെ പിന്തുടരാം. ഇവിടെ അപ്പോഴേ എല്ലാം കളഞ്ഞ് വലയും പടകും കളഞ്ഞിട്ട് ആ മനുഷ്യൻ ഹല്ലേലൂയ കർത്താവിന്റെ പിന്നാലെ ചെല്ലുവാനിടയായി. കാരണം കണ്ടോ, കർത്താവ് ഒരു ഭാവിയെ നേടുന്നത് എങ്ങനെ? ഒറ്റ വാക്കിലൂടെ നേടുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു ഭാവിയെ കണ്ടു കഴിഞ്ഞാൽ ഹല്ലേലൂയ കർത്താവ് ഇവിടെ കണ്ടില്ല ശിഷ്യൻ ഹല്ലേലൂയ ഭാവി ഹല്ലേലൂയ എന്ത് ചെയ്തു? കർത്താവിന്റെ പിന്നാലെ ചെല്ലും. നമ്മൾ ഭാവികളെ പിടിക്കാൻ അവര് ഹല്ലേലൂയ അവരുടെ മുമ്പിൽ അല്ലെങ്കിൽ അവർ നമ്മളെ മുമ്പിൽ കയറിയാണ് നടക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മളവരെ പിടിക്കാൻ എന്തെല്ലാം ബന്ധപ്പെടാണ് കൊടുക്കുന്നത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും കൊടുത്ത് പിന്നെ ഫോൺ നമ്പറിലൂടെ വിളിച്ചാൽ അവനെ എടുക്കുമോ? ഹല്ലേലൂയ സ്തോത്രം. ഒരു ഭാവിയെ മാനസാന്തരപ്പെടുത്താൻ പറ്റുന്ന പാട് നമുക്കെല്ലാം അറിയത്തുള്ളൂ. കർത്താവ് ഒരൊറ്റ വാക്കേ പറഞ്ഞാൽ കാരണം ഇമ്പവേറി അവന്റെ ശബ്ദം, അവന്റെ ശബ്ദം മാനിക്കടകളെ പ്രസവിപ്പിക്കുന്ന ശബ്ദമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് ഹല്ലേലൂയ സ്തോത്രം. അവന്റെ ശബ്ദം ഹല്ലേലൂയ ഹല്ലേലൂയ. അത് മാൻപടകളെ പ്രസവിപ്പിക്കുന്ന എല്ലാ നിലയിലും ഹല്ലേലൂയ അവന്റെ ശബ്ദം. ശബ്ദമാകിയാൽ അവന്റെ ശബ്ദത്തിന്റെ മുൻപിൽ ആർക്കും പിന്മാറുവാൻ ഇടയാകത്തില്ല, കഴിയത്തില്ല. പത്രോസിന്റെ വാക്ക് കേട്ട് അവന്റെ പിന്നാലെ ചെല്ലുവാനിടയായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ പത്രോസിനോട് ചോദിക്കുക, ഹല്ലേലൂയ നീ ഉറങ്ങുന്നു? ഹല്ലേലൂയ. കാരണം ഒരു കാലത്ത് ഹല്ലേലൂയ സ്തോത്രം പത്രോസ് നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ പത്രോസേ ഹല്ലേലൂയ നീ ഉറങ്ങാൻ നിനക്ക് സാധിക്കത്തില്ല. കാരണം ഗെനസരേത്ത് തടാകത്തിൽ ഒരു രാത്രി മുഴുവൻ നീ അധ്വാനിച്ചവനാ. നിന്റെ പക്കൽ ഒന്നുമില്ലാതെ നീ നിലവിളിച്ച് നിരാശയോടെ നീ ഇരുന്നപ്പോഴും നിന്റെ അനേക പടകൾ ഉണ്ടായിട്ടും അവരുടെ ആരുടെയും പടകിൽ കയറാതെ നിന്റെ പടകിൽ ഞാൻ കയറുന്നതിന്റെ നിരാശയെ മാറ്റിയവനാ ഞാൻ.
ആ നിനക്ക് എങ്ങനെ ഉറങ്ങുവാൻ കഴിയും? അന്ന് പത്രോസ് പറഞ്ഞത് കേട്ടോ, ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ച് കർത്താവേ, ഈ കർത്താവിനോട് പറയുന്നത്, കർത്താവേ ഞാൻ രാത്രി മുഴുവനും അധ്വാനിച്ച് ഞങ്ങൾക്കൊന്നും ലഭിച്ചില്ല എന്ന്. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ പത്രോസ് ഇപ്പം രാത്രി ഇരുന്ന് ഉറങ്ങുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ അവന്റെ സ്വന്തം കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ പത്രോസ് എന്ത് ചെയ്യത്തില്ല, ഉറക്കത്തില്ല, രാത്രി മുഴുവൻ എന്ത് ചെയ്യും, അധ്വാനിക്കും. നമ്മളൊക്കെ അങ്ങനെയല്ലേ, നമ്മുടെ ആവശ്യത്തിന് നമ്മൾ എന്ത് ചെയ്യും, അധ്വാനിക്കും. രാത്രിയിലല്ല, പകലല്ല, 24 മണിക്കൂറല്ല, 365 ദിവസം ഉറങ്ങാതിരുന്ന് അധ്വാനിക്കണം വെച്ചാൽ നമ്മൾ അധ്വാനിക്കും. കാരണം നമ്മുടെ ആവശ്യമാണ്. ഇതിപ്പോ ആ കർത്താവിന്റെ ആവശ്യമില്ലേ? ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്യാൻ, അതിന് ഉറങ്ങുക. ഹല്ലേലൂയ സ്തോത്രം. ശിവനെ നീ ഉറങ്ങുന്നു, കാരണം നിനക്ക് ഉറങ്ങാൻ കഴിയത്തില്ല. നിന്റെ കയ്യിലാണ് ഞാൻ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ തന്നത്. ആ താക്കോൽ തന്നെ താക്കോലും വിട്ട് നീ ഉറങ്ങുവാനില്ല. ആ താക്കോലിനെ നീ ചെയ്യണം. സ്വർഗരാജ്യത്തെ വിളിച്ച് വേർതിരിക്കേണ്ടത്, അവിടേക്ക് കയറ്റി അയക്കേണ്ട ഉത്തരവാദിത്തം നിനക്കാണ്. ഉറങ്ങാൻ പാടില്ല കേട്ടോ. മുൻപിലിരിക്കുന്നവർ ഹല്ലേലൂയ ഒരു ഭവനത്തിന് തന്നെ ഹല്ലേലൂയ നാഥനായിരുന്നാലും അവർക്ക് ഉറങ്ങുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. കാരണം ആ ഭവനത്തിന്റെ ഉത്തരവാദിത്വം അതിന്റെ നാഥനാണ്. ഹല്ലേലൂയ. തന്റെ ഭാര്യ, തന്റെ കുഞ്ഞുങ്ങൾ, അവരുടെ എല്ലാ ഉത്തരവാദിത്വം നാഥനാകുന്നത് കൊണ്ട് നാഥൻ ഉറങ്ങിയാൽ പോലും അവരെന്തുണ്ടായിരിക്കണം, ഒരു അല്പം ഓർമ്മെങ്കിലും ഉണ്ടാക്കി. എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ചാടി എഴുന്നേക്കണം. ഇത് ഓർമ്മയില്ല. ഹല്ലേലൂയ ഊർക്കം വലിയാണെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വീടുകൾ പൊക്കിയെടുത്ത് പോയി കളയും. ഹല്ലേലൂയ നാഥനെങ്കിലും ഉത്തരവാദിത്വം വേണം. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ അതാ കർത്താവ് ചെയ്യും. കാരണം എല്ലാം കൊണ്ടും കർത്താവ് ഹല്ലേലൂയ ഈ ശിവനെ ഹല്ലേലൂയ ഉന്നതനാക്കുവാൻ, ഈ ശിവനിലൂടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ പറയാം, ദൈവം ഒരുവനിലൂടെ അനേക കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കർത്താവ്. ഒരുവനിലൂടെ അനേക കാര്യങ്ങൾ ചെയ്യും. നമ്മളെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ 1000 പേര് നമുക്ക് വേണം. നീവിടെ വാ, ഞാനിവിടെ വാ, അവരോട് വാ, ഇവരോട് വാ എന്ന് പറയാം. എല്ലാവരും കൂടെ വിളിച്ചാൽ ഒരു കാര്യം ചെയ്യുന്നത്. എന്നാൽ കർത്താവ് ഒരുവനിലൂടെ അനേക കാര്യം ചെയ്തെടുക്കുന്നത്. ഈ പത്രോസിലൂടെ കർത്താവ് അനേക കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഹല്ലേലൂയ പത്രോസേ നീ ഉറങ്ങാൻ പാടില്ല. ഹല്ലേലൂയ. കാരണം സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിന്റെ കയ്യില്ല. ആ താക്കോൽ പിടിച്ചുകൊണ്ട് ഉറങ്ങുകയല്ല. ഹല്ലേലൂയ. അനേകരെ അതിലേക്ക് കയറ്റേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്. നിന്റെ മേൽ ഭാരിച്ച ഉത്തരവാദിത്വമുണ്ട്. അതിൽ നിന്ന് നിനക്ക് പിന്മാറാൻ കഴിയത്തില്ല. മറ്റൊരാൾ ഉറങ്ങുന്നതോ, അപ്പുറത്തിരിക്കുന്നൊരു പാടിയില്ലേലും, അപ്പുറത്തിരിക്കുന്നൊരു പ്രാർത്ഥിച്ചില്ലേലും, അപ്പുറത്തിരിക്കുന്നൊരു ആരാധിച്ചില്ലേലും നിനക്ക് ആരാധിക്കാൻ കഴിയത്തില്ല. നീ ആരാധിച്ചേ പറ്റത്തുള്ളൂ. കാരണം നിന്നെയാണ് ഞാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആ മറ്റൊരാളെ നോക്കിക്കൊണ്ടല്ല, ദൈവം ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്, ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ദൈവം സംസാരിക്കുന്നത്. നിനക്ക് ഹല്ലേലൂയ ഉറങ്ങുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഉറങ്ങാതെ ഹല്ലേലൂയ. ഇപ്പൊ നമുക്ക് ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോഴാണ് കൂടുതൽ ഉറക്കം വരുന്നത്. പാട്ടൊക്കെ അതുകൊണ്ട് നമ്മൾ കേട്ടിങ്ങനെ നാളെ കണ്ടു ഇങ്ങനെ നമ്മൾ തട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും. ഹല്ലേലൂയ. കുടുംബ പ്രാർത്ഥന ആയാലും വീട്ടിലൊക്കെ നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നില്ലേ, അല്ല ഭിത്തിയിലൊക്കെ ചാരി ഇങ്ങനെ ഇരുന്നോട്ട് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി. ഹല്ലേലൂയ സ്തോത്രം. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാലുണ്ടല്ലേ, അത് ദൈവവുമായുള്ള ഒരു വലിയ ബന്ധം സ്ഥാപിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് പിശാച് ആ സമയമാകുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, എല്ലാവർക്കും ഗാഠം കിട്ടും. ഈ ഉറക്കം എന്ന് പറയുന്നത് വലിയ നഷ്ടമാവുണ്ടാകുന്നത് നമുക്കറിയത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തായാലും ഇനി അല്ലാത്ത സമയത്തായാലും ദൈവമക്കൾ അതായത് ജാതികളായിട്ട് പോട്ടെ, കുഴപ്പമില്ല. ദൈവമക്കൾ എപ്പോഴും എന്ത് ചെയ്യണം, ഉണർന്നിരിക്കണം. പ്രത്യേകം വചനം പറയുന്നുണ്ട്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് വചനം പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് വായിക്കുന്നത്, ഉണർന്നിരിക്കുക. എപ്പോഴും നമുക്ക് ഉണർവുള്ളവരായിരിക്കണം. കാരണം എന്താണെന്ന് അറിയാമോ, പരീക്ഷയിൽ അകപ്പെട്ടു പോകും. അതുകൊണ്ടായി പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന കർത്താവ് അവരോട് പറഞ്ഞത്. ഇവിടിപ്പോൾ പരീക്ഷ വന്നാലും നമുക്ക് വിഷയമില്ലല്ലോ. ഉറക്കം തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഉറക്കം തന്നെ. ഇനി ഏത് പരീക്ഷ വന്നാലും പിശാച് വന്ന് നമ്മളെ മുഖ്യെടുത്തിന് പോയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നുമില്ല. നമുക്ക് ഉറക്കം തുടങ്ങിയാൽ പിന്നെ ഉറക്കമായിരിക്കും. അതിനപ്പുറത്ത് വേറെ പരിപാടിയില്ല. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറയുകയാണ്, ഉറങ്ങാതെ നിനക്ക് ഉറങ്ങുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. കാരണം പത്രോസ് ഒരുവനെ കുറിച്ച് ദൈവം ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാമോ, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഈ പത്രോസിനോട് ചോദിക്കുക, ശീമോനെ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഇവരൊക്കെ എന്നെ സ്നേഹിക്കുന്നു ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സ്നേഹമല്ല ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മറിച്ച് ഇവരിൽ അധികമായ ഒരു സ്നേഹം മാതാ ദൈവം ആഗ്രഹിക്കുന്നത്. ആർക്കങ്ങനെ ഒരു അധികമായ സ്നേഹം ദൈവത്തിന് കൊടുക്കുവാൻ കഴിയും? ദൈവം ചോദിക്കുന്നത് എല്ലാവരും സ്നേഹിക്കുന്ന പോലെയല്ല. യാക്കോബ് സ്നേഹിക്കുന്നുണ്ട്, ഹല്ലേലൂയ, യോഹന്നാൻ സ്നേഹിക്കുന്നുണ്ട്, മത്തായി സ്നേഹിക്കുന്നുണ്ട്, എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. നീയും സ്നേഹിക്കുന്നുണ്ട്. എങ്കിലും അതിൽ നിന്ന്
ഒരു പടി മുന്നോട്ട് കടന്ന്, ഒരു ഡിഗ്രി മുന്നോട്ട് കടന്ന് നിനക്ക് എന്നെ സ്നേഹിക്കാൻ താല്പര്യമുണ്ട്. അതാ ദൈവം ചോദിക്കുന്നത്. എല്ലാവരും സ്നേഹിക്കും പോലെയുള്ള സ്നേഹമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. എന്നിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ഒരു അധിക സ്നേഹം ദൈവം പ്രതീക്ഷിക്കുന്നു. എത്ര പേര് ഹല്ലേലൂയ അത് ഏറ്റെടുക്കും. ഹല്ലേലൂയ കർത്താവേ, ഞാൻ നിന്നെ അധികമായി സ്നേഹിക്കുന്നു. അപ്പുറത്തിരിക്കുന്ന എൻ്റെ സഹോദരൻ സ്നേഹിക്കുന്നതിനേക്കാൾ, അപ്പുറത്തിരിക്കുന്ന എൻ്റെ സഹോദരി സ്നേഹിക്കുന്നതിനേക്കാൾ ഞാൻ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ. എൻ്റെ ഭാര്യയെക്കാൾ, എൻ്റെ ഭർത്താവിനേക്കാൾ, എൻ്റെ കുഞ്ഞുങ്ങളെക്കാൾ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. അവരെ ദൈവർക്ക് ഉപയോഗിക്കാൻ അവരോടാണ് ദൈവത്തിന് ഹല്ലേലൂയ ബന്ധമുള്ളത്. അവരെ എടുത്ത് ഉപയോഗിക്കുവാൻ ആ ദൈവം ആഗ്രഹിക്കുന്നത്. ആ രാത്രിയ സ്നേഹത്തിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ വലിയ വിഷയമാണ്. ഒരു അതിനെക്കുറിച്ച് ഒത്തിരി പറയുവാൻ നമുക്കുണ്ട്. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ശിമോനോട് ചോദിക്കുകയാണ്, നീ ഇവർക്ക് അധികമായി എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ മാത്രമേ എൻ്റെ കുഞ്ഞാടുകളെ, എൻ്റെ ആടുകളെ നീ ഏൽപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ആടുകളെ ഏൽപ്പിക്കണമെങ്കിൽ, ദൈവമക്കളെ ഹല്ലേലൂയ തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കണമെങ്കിൽ ആദ്യ ഉത്തരവാദിത്വം അവരുടെ മേലെ കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. ദൈവം ഒരു ഉത്തരവാദിത്വം പത്രോസിൽ കാണുന്നുണ്ട്. അത് ഹല്ലേലൂയ അത് എത്രമാത്രം ശരിയാണെന്ന് പത്രോസിനോട് ചോദിക്കുകയാണ്. കേൾക്കുന്ന ദൈവജനമേ, ഞാനും നിങ്ങളും ഹല്ലേലൂയ ഈ അധിക സ്നേഹത്തിന് ഹല്ലേലൂയ താല്പര്യമുള്ളവരാണോ? ഹല്ലേലൂയ സ്തോത്രം. ശിമോനോട് പറയുകയാണ്, നീ ഉറങ്ങുന്നു. ഹല്ലേലൂയ സ്തോത്രം. നിനക്ക് ഉറങ്ങാൻ കഴിയത്തില്ല, നീ ഉറങ്ങാൻ പാടില്ല. ഹല്ലേലൂയ സ്തോത്രം. നീ ഉറങ്ങിയാൽ ഹല്ലേലൂയ സ്തോത്രം ശത്രു ഏത് നിമിഷവും നിന്നെ തകർത്ത് കളയും. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാമല്ലോ, വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, അതിന് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ 7 സഭകളെ കുറിച്ച് പറയുന്നുണ്ട്. എഫെസോസ്, സ്മുർന, പെർഗമോസ്, സർദീസ് എന്ന് പറയുന്ന 5ാമത്തെ സഭയാകുന്ന സർദീസ് സഭയ്ക്ക് പറ്റിയ അബദ്ധം എന്താണ്? അവർ ഉറങ്ങിപ്പോയി. സ്തോത്രം. അവരോട് പറയുകയാണ്, നിനക്ക് ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും ഹല്ലേലൂയ സ്തോത്രം നീ എന്താ മരിച്ചവനാ. ഈ മരണത്തെ ഹല്ലേലൂയ ഉറക്കവുമായിട്ട് കണക്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ ഓർമ്മിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മരിച്ച ഒരു വ്യക്തിയും ഉറങ്ങുന്ന ഒരു വ്യക്തിയും ഒരുപോലെ ഈ ലോകത്തെ കുറിച്ച് ഒന്നും അറിയുന്നില്ല. രണ്ടുപേരും ഒരേ ഈക്വലാണ്. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് ഹല്ലേലൂയ, അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം ഈ ലാസറിനെ കുറിച്ച് കർത്താവ് പറഞ്ഞത് അവൻ ഉറങ്ങുകയാ. അവൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത് അവൻ ഉറങ്ങുകയാ, ഞാൻ അവൻ എന്ത് ചെയ്യാൻ പോവുകയാ, ഉണർത്താൻ പോവുകയാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റത്തുള്ളൂ, മറ്റവനെ ഉണർത്താൻ പറ്റുമോ? അപ്പൊ ഉറങ്ങുന്നവനെ എന്ത് ചെയ്യാൻ പറ്റും? ഉണർത്താൻ പറ്റും. അതാ കർത്താവ് പറഞ്ഞത് അവൻ ഉറങ്ങുകയാണ്, ഞാൻ അവനെ ഉണർത്താൻ പോവുകയാണ്. സ്തോത്രം. കാരണം എന്താ കഴിഞ്ഞാൽ അതിനകത്ത് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ഹല്ലേലൂയ. ഈ ലാസർ ഏകദേശം മരിച്ചതൊരു 30-ാമത്തെ വയസ്സിൽ, 30-ാമത്തെ നല്ല യൗവനത്തിലാണ് ലാസർ മരിക്കുന്നത്. കർത്താവ് അവനെ ഉയർപ്പിച്ചതിന് ശേഷം പിന്നെ ഒരു 30 വയസ്സുകൂടെ അവൻ ജീവിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് ഒരു 60 വയസ്സോളം അദ്ദേഹം എന്ത് ചെയ്തു, ജീവിച്ചു. അപ്പൊ ഇത് ഇപ്പോഴത്തെ നമ്മളൊരു കണക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ 60-65 വയസ്സിലൊക്കെ ഒരുപാട് പെട്ടെന്നൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഹല്ലേലൂയ ഏതാണ്ട് ഈ കണക്കിലേക്ക് ലാസർ വന്നെന്നുള്ളതാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പം ലാസറിനെ കുറിച്ച് പറഞ്ഞത് അവൻ എന്ത് ചെയ്യുക, ഉറങ്ങുകയാ, ഞാൻ അവനെ ഉണർത്താൻ പോകുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. കാരണം ഈ ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചു, അതിനുശേഷം പിന്നീട് അവൻ മരിച്ചു. അപ്പം ആദ്യം കർത്താവ് പറയുക അവൻ മരിച്ചിരിക്കുക, ഞാൻ അവനെ ഉയർപ്പിക്കാൻ പോകുക. അതിനുശേഷം പിന്നീടും അവൻ മരിച്ചു കഴിഞ്ഞാൽ കർത്താവ് തന്നെ വെച്ച വ്യവസ്ഥ എന്ത് ചെയ്യും, ലംഘിക്കപ്പെടും. അതുകൊണ്ടാണ് കർത്താവ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഒറ്റ മരണമേ ഉള്ളൂ. രണ്ടാമതൊരു മരണമുണ്ട്, അത് നിത്യമരണമാണ്. ആ 2-ാം മരണത്തെ കുറിച്ച് ഹല്ലേലൂയ പറയുന്നത്. അല്ലേ, അത് നിത്യതയിലുള്ള മരണം, അത് നിത്യമായ മരണമാണ്. നിത്യനരകത്തെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ 1-ാമത്തെ മരണം പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള മരണം, മനുഷ്യന് ഒറ്റ മരണമേ ഉള്ളൂ. അത് പാവത്താൽ ഉണ്ടായ മരണമാണ്. ഹല്ലേലൂയ. ആ ഒരു മരണമാണ് ഹല്ലേലൂയ ഇവിടെ സ്തോത്രം, ഇവിടെ ഹല്ലേലൂയ ലാസറിന് ലഭിച്ചത്. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞത് 2-ാമത് അവൻ മരിക്കാൻ പോകുന്നതുകൊണ്ടാണ് ഇപ്പോൾ എന്ത് ചെയ്ത് അവനെ ഉറക്കത്തെ കുറിച്ച് പറഞ്ഞത്. ഹല്ലേലൂയ. കർത്താവിന് തെറ്റൊന്നും വരത്തില്ല കേട്ടോ. നമുക്കല്ലേ മുൻപ് പിൻപൊന്നും അറിയാൻ വയ്യാതെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വിളിച്ച് പറയുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞത് അവൻ ഉറങ്ങുകയാണ്, ഞാൻ അവനെ ഉണർത്താൻ പോകുന്നത്. ഇതാണ് സ്തോത്രം. ഉറക്കവുമായി കണക്കിയതാണ് കർത്താവ്. അവിടെ ഉറങ്ങുന്ന വ്യക്തിയെ കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം പത്രോസിനോട് പറയുക, നീ ഉറങ്ങരുതും. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ സംഭവിക്കാറുണ്ട്. നമുക്കറിയാം, ആദാം ഒന്നും ഉറങ്ങിയതില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആദാം ഒരു ഗാഠനിദ്രയിൽ പെട്ടതാണ്. നഷ്ടമായിരുന്നോ ലാഭമായിരുന്നോ? നല്ല ഒരു അസ്ഥി അങ്ങ് നഷ്ടപ്പെട്ടില്ലേ? അതിൻ്റെ പേടിഞ്ഞ് തീർന്നിട്ടില്ല. ഹല്ലേലൂയ സ്തോത്രം. ഒരു വലിയ പരാജയം സംഭവിച്ചത് ഒറ്റ ഉറക്കത്തിൽ പോയത്, ഒറ്റ എല്ലാം പോയത്, ഒരു അസ്ഥിയാണ് പോയത്. സ്തോത്രം. പിന്നെ ആ അസ്ഥി എങ്ങനെയൊക്കെ ആയി വന്നത്, എന്തൊക്കെ ആയിരിക്കുന്നത് നമുക്കൊക്കെ അറിയാമല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് നഷ്ടം ഉറക്കത്തിലൂടെ സംഭവിക്കും. വലിയ പരാജയമാണ്. ദൈവമക്കൾ ഉറങ്ങരുതും. ഉറങ്ങിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം അസ്ഥി പോലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമുക്ക് വലിയ നാശനഷ്ടമായിരിക്കും സംഭവിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ എപ്പോഴും ഉണർന്നിട്ടുള്ളവരായിരിക്കണം. അവർ ഉണർന്നിരുന്ന് എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. കാരണം
പരീക്ഷകൻ എപ്പോഴും പരീക്ഷ അവൻ നടത്തുന്നത് ഉറക്കത്തിലാണ്. ഞാൻ നിങ്ങളെ ഉറക്കി അവൻ എന്ത് ചെയ്തു? നമ്മളെ ആശ്വസിപ്പിച്ചു കളഞ്ഞു. അവസാനം കർത്താവ് 2 പ്രാവശ്യം 3 പ്രാവശ്യം കടന്നു വന്നിട്ട് കർത്താവ് പറയുകയാണ്, 3ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ അവർ ഉറങ്ങുന്ന കണ്ടു. എന്തൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുക, ഉറങ്ങുന്നത് കണ്ടതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് ഹല്ലേലൂയ അവരോട് പറയുകയാണ്, നിങ്ങൾ ഉറങ്ങി ആശ്വസിച്ചുകൊള്ളാൻ. സ്തോത്രം. കാരണം ഇവരെ ഈ ഉറങ്ങുന്നവരെ ഒരു കാരണവശാലും അതിൽ നിന്ന് ഉണർത്താൻ പറ്റത്തില്ലെന്ന് കർത്താവിന് പോലും പിടികിട്ടി. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇനി അങ്ങ് ഉറങ്ങി ആശ്വസിച്ചോളാൻ പറഞ്ഞു. നല്ല ആശ്വാസമുള്ള കാര്യത്തിലല്ലേ നമുക്ക് കൂടുതൽ സന്തോഷമുള്ളൂ, ഇല്ലേ? നമ്മുടെ പ്രാർത്ഥനയിലൊക്കെയാണ് നമ്മൾ വലിയ സ്തോത്രം കൂടുതൽ ആശ്വസിക്കുന്നത്. ഇവിടെയൊക്കെ വന്നിരുന്നുകൊണ്ട് നല്ല തണുപ്പും ചെറിയ നടക്കാച്ചാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ എന്തൊരു ആശ്വാസമായിരിക്കും. നമുക്ക് വീട്ടിൽ പോലും ആ ആശ്വാസം കിട്ടത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. വീട്ടിൽ പിള്ളേരുടെ ശല്യവും ഭാര്യയുടെ ശല്യവും ഭർത്താവിൻ്റെ ശല്യവും ഒക്കെ ഉണ്ടാകും. പട്ടികളൊക്കെ പറിക്കുക മേളമൊക്കെ ഉണ്ടാകും. ഇപ്പോഴാണെങ്കിൽ ഒരു ശല്യവും ഇല്ല. അടങ്ങിയിരുന്ന് നമുക്ക് ഉറങ്ങി ആശ്വസിക്കുവാൻ നല്ല ഇടമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് അങ്ങനെ ആ ഗസമേലും അവർക്ക് അങ്ങനെ ആയിരുന്നു. അല്ലെങ്കിൽ ഒരു ശല്യമില്ല, രാത്രിയില്ലയോ അവർ ഒരുമിച്ച് അല്ലെങ്കിൽ അവർ പ്രാർത്ഥിക്കാൻ ഇരുന്നെങ്കിൽ അവർ ഉറങ്ങി ആശ്വസിക്കുക. കർത്താവ് പറഞ്ഞു ഉറങ്ങി ആശ്വസിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. ആശ്വാസമാണല്ലോ നമുക്ക് ഹല്ലേലൂയ വേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ ജനമേ, ഞാൻ നിങ്ങൾക്ക് പറയുന്നെങ്കിലും നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഉറങ്ങാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയുള്ളവരായിരിക്കണം. പലപ്പോഴും ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങൾ ഉറക്കിട്ടാൽ പ്രാർത്ഥന ഉറങ്ങി പോകുകയാണ്. പ്രാർത്ഥിച്ച് നമുക്ക് ജയമെടുക്കാൻ കഴിയത്തില്ല. പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് ജയമെടുക്കാൻ കഴിയത്തുള്ളൂ. പിശാചിന്റെ തന്ത്രങ്ങളെ തോൽപ്പിക്കുവാൻ, അവന്റെ പ്രവർത്തനങ്ങളെ തോൽപ്പിക്കുവാൻ ഒരേ ഒരു വഴി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ഇന്ന് മാത്രമാണ്. കർത്താവ് പോലും ജയിച്ചത് പ്രാർത്ഥനയിലൂടെ പിശാചിനെ തോൽപ്പിക്കുകയായിരുന്നു. അതാണ് കർത്താവ് എപ്പോഴും പ്രാർത്ഥന തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് എന്നെ പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങൾ മടിക്കരുത്. ഏത് വിഷയത്തിലും പ്രാർത്ഥിക്കാൻ മാറ്റിയുണ്ട്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ കണ്ണുനീർക്ക് മറികടക്കുന്ന ദൈവമല്ല. ആ ദൈവം നിന്റെ വിഷയത്തിൽ നമ്മൾ നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കും, ഇടപെടാതെ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ അവരുടെ സപ്പോസാൽ തന്നെ ഓർമ്മിപ്പിക്കുന്നത്. നാം പ്രാർത്ഥനയിൽ പിന്തിരിയാൻ പാടില്ല. പ്രാർത്ഥിച്ച് നാം നിങ്ങൾ ജയമെടുക്കേണ്ടിയിരിക്കുന്നു. ശിമോനെ, ഹല്ലേലൂയ, ആരുറങ്ങിയാലും നിനക്കുറങ്ങുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കാരണം നിന്നെ ഞാൻ ആ നിലയിലാക്കേണ്ടിയിരിക്കുന്നത്. നിനക്ക് വേണ്ടി ഞാൻ ഒത്തിരി അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തവനാ. നീ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നീ എന്നോട് ഇടപെട്ടവനാ. നിന്നെ പലർക്കും ലഭിക്കാത്ത താലന്തുകൾ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചതാ. അതുകൊണ്ട് നിനക്ക് ഉറങ്ങാൻ കഴിയത്തില്ല. വെള്ളത്തിലൂടെ നടന്നവന് അല്ലെങ്കിൽ കടൽ താഴുമെന്ന് നീ പറഞ്ഞപ്പോഴും അവിടെയും അവന് നീ ആശ്വസിക്കുന്നവന് പകരാതെ അല്ലെങ്കിൽ വെള്ളത്തിൽ താഴുമ്പോഴും നിന്നെ എന്റെ കിടമുള്ള കരം പിടിച്ച് നിന്നെ ഉയർത്തിയവനാണ്. നിനക്കുറങ്ങാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ അത്ഭുതങ്ങള് അല്ലെങ്കിൽ നന്മകൾ അനുഭവിച്ച ദൈവമെങ്കിലേ ഞാൻ നിങ്ങൾ ഉറങ്ങാൻ പാടില്ല. ഉറങ്ങാതെ അല്ലെങ്കിൽ ഉണർന്നിരുന്ന് ശത്രുവിനെ തോൽപ്പിക്കുവാൻ ഇടപെടാതെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ കേൾക്കുവാൻ ദൈവം നമ്മളെ വളരെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ തന്നെ താണിരിക്കുന്നു. ദൈവത്തിൻ്റെ ഏവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും